നീതിയുടെ അടിമത്തത്തിലേക്ക് ഒരാൾ വരുന്നത് വരെ, നീതിയുടെ അടിമത്തം ഒരാൾ ആസ്വദിക്കുന്നത് വരെ ഒരാൾ സുവിശേഷം കേൾക്കണം. സുവിശേഷം ഒരിക്കൽ കേട്ട് ഓക്കെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമല്ല. ഓരോ ദിവസവും നമ്മൾ സ്വീകരിക്കേണ്ട സുവിശേഷത്തെക്കുറിച്ചാണ് റോമാലേഖനം നമ്മളോട് പറയുന്നത്. There is a good news that we need to accept every day with all our heart. ഹൃദയപൂർവ്വം അനുസരിക്കേണ്ട ഒരു സദ്വാർത്ത എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമുക്കുണ്ട്. എന്താണ് ഈ ഉപദേശ രൂപത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉപദേശ രൂപം ലഭിക്കാത്ത ഒരു സഭയും ഒരു വിശ്വാസിയും നീതിയിലേക്ക് പോകില്ല. നീതിയുടെ ചില പ്രവൃത്തികളിലേക്ക് പോകും. പക്ഷേ നമ്മെ കർത്താവ് ഏത് നീതി വസ്ത്രം ഉടുക്കാനാണോ വിളിച്ചിരിക്കുന്നത് ആ നീതിയെ കാണുവാൻ ഈ ഉപദേശ രൂപം ആവശ്യമാണ്. ഒരു പക്ഷേ ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ആളുകൾ പറയുമായിരുന്നു, കത്തോലിക്കരും മറ്റ് ഹിന്ദുക്കളൊക്കെ സംസാരിക്കുമ്പോൾ, കത്തോലിക്കർ യാക്കോബക്കാരും മറ്റു മതക്കാരും ഒക്കെ, മറ്റ് സഭക്കാരും മതക്കാരും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ സ്നേഹം, സേവനം, സാഹോദര്യം, പരോപകാരം, ചാരിറ്റബിൾ വർക്ക്, ഇതൊക്കെയാണ് അവരുടെ പ്രധാന വിഷയം. നമുക്ക് മാത്രമേ ഉപദേശമുള്ളൂ എന്ന് പറയുവാൻ. എന്നാൽ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പം മനസ്സിലായൊരു കാര്യം, ഇതിനകത്ത് ഉപദേശമുള്ളൂ, വേറെ കാര്യമായിട്ട് പ്രവൃത്തികളൊന്നും ഇല്ല എന്ന് കണ്ടപ്പം കുറേ ആളുകൾ പറഞ്ഞു ഉപദേശമല്ല കാര്യം, ജീവിതമാണ് കാര്യം. ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ലൈഫ് ഓർ ഡോക്ട്രിൻ? ഞാൻ നിങ്ങളോട് ഉപദേശമില്ലാതെ ജീവിതം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതമാണ്. ഒരു പ്രയോജനമില്ല. അതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് കുറേ സദ്വർത്തമായ കുറേ കമാൻഡ്മെൻറ്റ്സ്, ഇന്നത് ചെയ്യണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പം നിങ്ങൾ പോസിബിളി അസ്യൂം ചെയ്യുന്നത് ഈ പറയുന്ന ആൾ ഇതൊക്കെ ചെയ്തതായിരിക്കും. ഇപ്പം ഞങ്ങളും കൂടെ ചെയ്താൽ ഇയാളെ പോലായി സ്വർഗത്തിൽ പോകാം. ദാറ്റ്സ് ദി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഡോക്ട്രിൻ ദാറ്റ് വി ആർ എവരി ടൈം ലിസണിങ് ടു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കറക്റ്റ് ഉപദേശ രൂപം ലഭിക്കാതെ നമ്മൾ കൽപ്പനകളിലേക്ക്, അതായത് അനുസരിക്കേണ്ട കൽപ്പനകളിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ ഉപദേശകൻ്റെ ജീവിതമാണ്, ക്രിസ്തുവിൻ്റെ ജീവിതമല്ല. ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, അവൻ ജീവിച്ച ജീവിതം, അവൻ നോക്കിയ നീതി നമുക്ക് ലഭിക്കാൻ കൃത്യമായ ഒരു ഉപദേശ രൂപം, എ ഫോം ഓഫ് ഡോക്ട്രിൻ ആവശ്യമാണ്. അതില്ലാതെയുള്ള പ്രബോധനങ്ങൾ കൊണ്ട് നാം ഒരിക്കലും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല എന്നുള്ളതാണ് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു ഡോക്ട്രിനാണ് ഇമ്പോർട്ടൻ്റ്. കാരണം ഉപദേശം കറക്റ്റ് ആണെങ്കിൽ ലൈഫ് കറക്റ്റ് ആയിരിക്കും. ഉപദേശം കറക്റ്റ് ആണെങ്കിൽ അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചാൽ. പക്ഷെ നമ്മുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോഴും എല്ലാം നമുക്കൊരു അടിമത്തമുണ്ട്, പാപത്തിൻ്റെ അടിമത്തം. ശരിക്കും പാപത്തിൻ്റെ അടിമത്തം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച ഒരു സിസ്റ്റമാണ്, നമുക്കറിയാം. ആ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ പഴം നമുക്ക് തന്ന ഒരു സിസ്റ്റമുണ്ട്. എന്താണ് ആ സിസ്റ്റം? നന്മ ഓർ തിന്മ, ഗുഡ് ഓർ ബാഡ്. ഇതൊരു വലിയ അടിമത്തമാണ്. നമ്മളൊരു പ്രസംഗം കേട്ടാലും ഉടനെ ചിന്തിക്കുന്നത് വാസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്, ഡിഡ് ഇറ്റ് പ്ലീസ് മൈ ഇൻ്റലക്ട്, എൻ്റെ ബുദ്ധി അത് ഒന്ന് രസിപ്പിച്ചോ, നല്ല ചിന്തകളായിരുന്നോ, നന്നായിരുന്നോ, ഓ വലിയ ഗുണമില്ലായിരുന്നു. പ്രസംഗത്തെ വിലയിരുത്തുന്ന, ബിക്കോസ് വി ആർ സ്ലേവ്സ് ടു ദാറ്റ് ഫ്രൂട്ട്. നമുക്കെല്ലാം ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്തയാണ്. എന്ത് കണ്ടാലും അങ്ങനെയാണ്. ആ ഒരു സ്ലേവറിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വചനത്തെ കാണുമ്പം, നിങ്ങൾ ഇത് കഴിഞ്ഞ് പറയാൻ പോകുന്നതിനായിരുന്നല്ലോ, നല്ല പ്രസംഗമാണ്, നല്ലതായിരുന്നു, അത്ര അങ്ങോട്ട് ശരിയായില്ല, ഞങ്ങൾ ഇങ്ങനല്ല പ്രതീക്ഷിച്ചത്, കുറച്ചുകൂടെ ഇവാലുവേഷൻ. അതേ സമയത്ത് ഒരു മൂന്നാമത്തെ വോയിസ് ഉണ്ട്. നന്മയുടെ വോയിസ് അല്ല, തിന്മയുടെ വോയിസ് അല്ല, ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ഒരു ശബ്ദം. ഇതെന്നോടാണ്, ഇതെന്നോട് മാത്രമാണ്, ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഒരു നിസാരനായ മണ്ണാണ്, അത് പൊടിഞ്ഞ് മണ്ണോട് ചേരും. പക്ഷേ ദൈവത്തിൻ്റെ വചനം, എന്നെ രൂപാന്തരപ്പെടുന്ന വചനം, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയാലും ചീത്തയായിട്ട് എനിക്ക് തോന്നിയാലും ഇത് ഭാരമേറിയതാണ്, ഇത് ഞാൻ ഹൃദയപൂർവ്വം അനുസരിക്കേണ്ടതാണ് എന്ന് അല്ല ആളുകൾ ശ്രദ്ധിക്കുന്നത്. പ്രസംഗകനെയാണ് നോക്കുന്നത്. ദാറ്റ്സ് എ ബിഗ് ഡേഞ്ചർ. അപ്പോൾ പുതിയ പുതിയ തോട്ട്സിലേക്ക് നമ്മൾ, നല്ല തോട്ട്സ് ആയിരുന്നു, ഇനി ഇതിൻ്റെ CD വല്ലതും ഉണ്ടോ ബ്രദർ? നമുക്ക് മനസ്സിലായത്. കാരണം രണ്ട് തരത്തിലാണ് ഇത് പോകുന്നത്. ഒന്നുകിൽ അടയാളങ്ങൾ അന്വേഷിച്ച് പോകുന്നവർ, അല്ലെങ്കിൽ തോട്ട് അന്വേഷിച്ച് പോകുന്നു. അടയാളങ്ങൾ അന്വേഷിച്ച് പോകുന്നവരെ നമ്മൾ വിട്ടു. ഇനിയിപ്പോൾ തോട്ട് അന്വേഷിച്ചാണ് പോകുന്നത്. അതായത് അടയാളങ്ങൾ തിരയുന്ന യഹൂദനെ വിട്ട് ജ്ഞാനം തിരയുന്ന യവനന്മാരായി മാറിയിട്ട് എന്ത് കാര്യം? ഇത് രണ്ടും വിട്ട് ക്രൂശിൻ്റെ ഭോഷത്വത്തിലേക്കും മുറുക്കത്തിലേക്കും അനുതാപത്തിലേക്കും വരാൻ കഴിയുന്നില്ലെങ്കിൽ വചനം ക്രിയ ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. ഇറ്റ് ഓൺലി പ്ലീസസ്
our intellect, അല്ലേ, നമ്മളെ pampers our brain, doesn't do anything to our spirits. ഈ പാപത്തിൻ്റെ സ്ലേവറി എന്താണെന്ന് നമുക്ക് റോമാലേഖനം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഹൗ ടു സെൻസ് ദാറ്റ് സിൻ, ആ പാപത്തെ എങ്ങനെ നമുക്ക് കണ്ടെത്താം, ഹൗ ടു ബി സെൻസിറ്റീവ് ടു ദ സിൻഫുൾനെസ് ഇൻ അവർ ഹാർട്ട്. അത് വളരെ ലോങ് ഡിസ്കഷനാണ് റോമാലേഖനത്തിലുള്ളത്. ഇത്രയും വിശദമായി വേറൊരിടത്തും പ്രതിപാദിച്ചിട്ടില്ല പാപത്തെക്കുറിച്ച്. ഒറിജിൻ, പാപം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ പല സ്ഥലത്ത് സംസാരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരും, കാരണം ഫൗണ്ടേഷൻസിൽ ഈ കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ടൊന്നും നമുക്ക് പണിയാൻ സാധിക്കില്ല. സോ സിന്നിൻ്റെ ഒറിജിൻ, പാപത്തിൻ്റെ ഉത്ഭവം നമ്മൾ കാണുന്നത് ഏദൻ തോട്ടത്തിലാണ്. നിങ്ങൾക്ക് വേറെ ഫിലോസോഫിക്കൽ ചോദ്യങ്ങൾ ചോദിക്കാം, ആ ചിന്ത എവിടെ നിന്ന് വന്നു, പിശാച് എവിടെ നിന്ന് വന്നൊക്കെ ചോദിക്കാം. അതൊന്നും ഇപ്പം നമ്മുടെ വിഷയമല്ല. ഈ 4 ദിവസവും ഇതൊന്നും മിണ്ടാൻ പോകുന്നില്ല. നോ ഫിലോസഫി, ഉള്ളി ബൈബിൾ. അവിടെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ദാറ്റ് വാസ് ദ കമാൻഡ്. അത് രസകരമായൊരു കൽപ്പനയായിരുന്നു, കാരണം മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കൽപ്പന. നല്ലൊരു പഴം, സുന്ദരമായ പഴം, കാണാൻ രസം, തിന്നാൻ രുചി. അത് പിന്നെ മനസ്സിലായത്. പിന്നെ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. നന്മ ഏത് തിന്മ ഏത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്ന പഴം. ഇപ്പോൾ ഒരു കുഞ്ഞിതിൻ്റെ അക്രോസ് ദ എയിൽ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. നന്മയും തിന്മയും അറിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ആ സിഗ്രോസപ്പ് അവൻ നന്മ തിന്മകളെ ക്യാച്ച് ചെയ്യണം. എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ഇതിൽ എഴഞ്ഞു നടന്നാൽ ഇറ്റ് വിൽ ബി ഡേഞ്ചറസ്. അതിനർത്ഥം പഴം എന്നിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന്. അപ്പം വി ഓൾ നീഡ് ദാറ്റ് ഫ്രൂട്ട്. നമുക്ക് ആ പഴം ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ നല്ലത് എന്താ ചീത്ത എന്നൊന്നും അറിയില്ല, അല്ലേ? നമ്മൾ നന്മ തിന്മകളെ തിരിച്ചറിയാത്തൊരു കുഞ്ഞിനെ ഒറ്റയ്ക്കിട്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല. വി നീഡ് എ പേരൻറ് ടു ടേക്ക് കെയർ ഓഫ് ദറ്റ് ചൈൽഡ്. നന്മ തിന്മകളെ അറിയാവുന്ന, തീ എന്താണ് വെള്ളം എന്താണ് എന്നറിയാവുന്ന ഒരാൾ വേണം. പക്ഷെ ദൈവം പറയാണ്, നീ നന്മ തിന്മകളെ അറിയണ്ട, അറിഞ്ഞാൽ നീ മരിക്കും. യു ഡോണ്ട് നീഡ് ടു നോ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൽ. തിന്മ അറിയണ്ടെന്നല്ല, നന്മയും തിന്മയും എങ്ങനെ വേർതിരിക്കുന്നത് നീ അറിയണ്ടെന്ന്. ഇത് വളരെ സ്ട്രേഞ്ചാണ്. എന്തുകൊണ്ട് ഒരപ്പനും മകനോട് അങ്ങനെ പറയുമോ? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംസാരിക്കും. പക്ഷെ ദൈവം അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവൻ ആത്മാവും ദേഹിയും ദേഹമുണ്ട്. ആത്മാവ് ശരിക്കും ദൈവത്തെ അറിയാനുള്ളതാണ്. ദൈവത്തെ അറിയാൻ ഒരു ഫംഗ്ഷൻ മാത്രമേ ആത്മാവിനുള്ളൂ. ദൈവത്തിൽ നിന്ന് കേൾക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തെ ശ്രദ്ധിക്കുക, ദൈവത്തിലേക്ക് നമ്മുടെ ഹോൾ ബോഡി, ഹോൾ സിസ്റ്റത്തെ അസംബിൾ ചെയ്യിപ്പിക്കുക. അത് ദേവാലയം പോലെയാണ്. ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം പ്രകാരമുണ്ട്. അതിന് നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്ന പോലെ ആ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മളൊരു ജീവനുള്ള ആലയമായി ദൈവം സൃഷ്ടിക്കുകയും നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാനുള്ളൊരു മന്ദിരമായിട്ട് ദൈവം നമ്മുടെ ഒരു ജീവനുള്ള ആലയമായി സൃഷ്ടിച്ചിട്ട് ദൈവം ഉദ്ദേശിക്കുന്നത്, നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിൻ്റെ ആത്മാവിനോട് പറയാം, എന്നിൽ നിന്ന് കേട്ട് നീ ചെയ്താൽ മതി. നീ സ്വന്തമായി ഒരു ഇൻഡിപെൻഡൻറ്റ് ജീവിതത്തിന് പോകണ്ട. ബി ടോട്ടലി ഡിപ്പെൻഡൻറ്റ് ഓൺ മീ. എന്നിൽ മാത്രം ആശ്രയിച്ചു. അപ്പോൾ അത് ആത്മീക ജീവിതമാണ്. രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് വരെ വി ഷുഡ് ബി കണക്റ്റഡ് ടു ഗോഡ്. ദൈവം പറയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിസ്സഹായ അവസ്ഥയാണ്. ദൈവം പറയാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആദമിനും ഹവ്വയ്ക്കും. അവർക്കറിയില്ലായിരുന്നു എന്താ നന്മ തിന്മ. ഒരാളൊന്ന് പറയണം, ഇതാ നന്മ ഇതാ തിന്മ, ഇത് ചെയ്യാം ഇത് ചെയ്യരുത്. റീസണിങ് ആരെങ്കിലും വെളിയിൽ നിന്ന് കൊടുക്കണമായിരുന്നു. ദൈവം പറയുന്നത് മാത്രം കേട്ടു. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി കുഴിയിൽ ചാടരുത്, ഞാൻ നിങ്ങളെ എന്നും നടത്തിക്കോളാം. ഓക്കെ, ഞാൻ പറയുന്ന കേട്ട് മാത്രം നീ നടന്നാൽ മതി. പക്ഷെ സാത്താൻ അവനോട് പറയാണ്, നീ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ നീ എന്നും ഒരു അടിമയായിരിക്കും. എന്ത് ചെയ്യണമെങ്കിലും ദൈവത്തോട് ചോദിക്കേണ്ടി വരും. മനുഷ്യരുടെ കാര്യത്തിൽ നോക്കിയേ, ഒരു കൊച്ചു വളർന്നു വന്ന് അവൻ വലുതായി, അവൻ സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായി സമ്പാദിച്ച് കൊണ്ടുവന്ന് അപ്പനും അമ്മയ്ക്കും കൊടുക്കുമ്പോഴാണ് അവൻ മിടുക്കനായി വളർന്നു, പക്വത പ്രാപിച്ചു, സ്വന്തം കാലിൽ നിന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ദേശത്ത് വന്നവരാണ് അല്ലെ വലിയൊരു പങ്ക് ആളുകൾ. പക്ഷെ ദൈവത്തിൻ്റെ ഫിലോസഫി നേരെ തിരിച്ചാണ്. ഒരു മനുഷ്യൻ ദൈവമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വളരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പം ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് വളരുന്നത്. അയ്യോ ഞാൻ എന്തു ചെയ്യും ദൈവമില്ലാതെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക്, നിസ്സഹായതയിലേക്കുമാണ് ഒരു വിശ്വാസി വളരേണ്ടത്. അപ്പോൾ ഇവൻ പഴം പറിച്ചു കഴിഞ്ഞപ്പോൾ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ വളരെ പെട്ടെന്നാണ് ഇതിലേക്ക് കടന്നു പോകുന്നത്. പഴം പറിച്ചു കഴിഞ്ഞപ്പോൾ ഹി ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. അവനൊരു രാജാവിനെ പോലെയായി. കാരണം അവന് നന്മ തിന്മകൾ അറിയാവുന്നത് കൊണ്ട് ഡിസിഷൻസ് എല്ലാം അവൻ എടുക്കാം എന്നുള്ള സ്ഥിതിയിലായി. അവന് നഗ്നത തോന്നിയപ്പോൾ അവൻ അത്തിയില കൊണ്ട് ഉടുപ്പ് മറയ്ക്കാൻ അവൻ പഠിച്ചു. പക്ഷേ ദൈവത്തിന് മുമ്പിൽ ഗുണം ചെയ്തില്ല, മനുഷ്യരുടെ മുമ്പിൽ ഗുണം ചെയ്തു. പരസ്പരം നഗ്നത മറഞ്ഞെങ്കിലും നമ്മളങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് പരസ്പരം നഗ്നത മറയ്ക്കുന്നുണ്ടല്ലേ. നമ്മുടെ നഗ്നത അടുത്തുള്ള ആൾക്കറിയില്ല, ആന്തരികമായ നഗ്നത. എൻ്റെ ഹൃദയത്തിലുള്ള സ്വഭാവങ്ങളൊന്നും നിങ്ങൾക്കറിയത്തില്ല. കുറച്ചൊക്കെ എൻ്റെ ഭാര്യയ്ക്കറിയാം, പക്ഷെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിനറിയാം. ഭാര്യയ്ക്ക് പോലും അറിയാത്ത പല കാര്യങ്ങൾ എനിക്കറിയാം, എനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങൾ ദൈവത്തിനും അറിയാം.
ഇതൊരു കുഴഞ്ഞ സാധനമാണ്. ഏതാ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. സോ ഡിഫിക്കൽട്ട് ടു എക്സ്പോസ്. വി കനോട്ട് എക്സ്പോസ് ഇറ്റ്. നമുക്കത് വെളിയിൽ കാണിക്കാൻ പറ്റില്ല, നാട്ടുകാർ തല്ലി ഓടിക്കും. സോ വി നീഡ് ടു കവർ ഇറ്റ്. കവറില്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളില്ല. ഈ വെളിയിലുള്ള കവറില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല, അകത്തുള്ള കവറില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. മനസ്സിലായല്ലോ ഭാഷ? അതിൻ്റെ എംഫസിസ് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് മൂടി വെക്കാതെ നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്താൽ വീട്ടിൽ പോലും നമ്മൾ ഫിറ്റല്ല. അതാണ് യഥാർത്ഥ മനുഷ്യൻ. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടായിരുന്നു, മനുഷ്യൻ്റെ ചിന്തകൾ വായിക്കാനുള്ളൊരു മെഷീൻ കണ്ടുപിടിക്കാൻ പോകും. കർത്താവ് അതും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനുമുമ്പ് കർത്താവ് വന്നില്ലെങ്കിൽ നമ്മൾ പ്രയാസത്തിലാവും. കാരണം വഴിയിൽ നിന്നുകൊണ്ടൊരുത്തൻ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന എന്താണ് എനിക്ക് അറിയാവടാ എന്ന് മറ്റൊരുത്തൻ, അത് എനിക്ക് നേരത്തെ അറിയാവുന്നതാണെന്നും പറഞ്ഞ് വേറൊരുത്തനോട് തുടങ്ങിയാൽ വഴിയിൽ മുഴുവൻ അടിയായിരിക്കും. ദൈവത്തിൻ്റെ കൃപയാൽ മറയ്ക്കാൻ ആവശ്യമുള്ള അത്തീലകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ ഒരു ലോങ് പ്രാർത്ഥനയായിരിക്കാം ഒരത്തീല. പ്രാർത്ഥിക്കുന്ന സഹോദരനാണ്. ഇപ്പം അകത്തിരിക്കുന്ന സൂത്രങ്ങളെല്ലാം മറഞ്ഞു. ബ്രദറെ എത്ര നാളായി കണ്ടിട്ട്, അപ്പോൾ വന്നിരിക്കുന്നു വയ്യാവേലി നകത്ത് പറയുന്നത് മറഞ്ഞു. ഇങ്ങനെ അകത്തുള്ളതിനെ തുടർച്ചയായി മറച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ സാധനത്തെയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത്. സംസ്കാരമില്ലാത്തവർക്ക് അഭിനയിക്കാൻ അറിയില്ല. സംസ്കാരമുള്ളവരെന്ന് പറയുന്നവർ വളരെ ചെറുപ്പത്തിലെ അഭിനയിക്കേണ്ടത് എങ്ങനെയെന്ന് കാര്യമായി പഠിച്ചവരാണ്. അവർ നല്ല കുടുംബത്തിൽ പിറന്നവരെന്ന് പറയും. നല്ല കുടുംബത്തിൽ പിറന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. പക്ഷേ വളരെ ചെറുപ്പത്തിലെ ദേ നോ ഹൗ ടു ആക്ട്. ഒരു വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് പോകാൻ മോനെ ഐസ്ക്രീം വേണം. എന്താ ആക്ടിങ് എന്നറിയാം, അവന് വേണം, ബട്ട് ഹീസ് റെസ്ട്രിക്റ്റഡ്. പക്ഷെ അവന് കൊടുക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നുമില്ല, അതും അനദർ ആക്ടിങ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അത്തീലകളാൽ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. ഞാൻ പണ്ടൊക്കെ ഇങ്ങനത്തെ കുരുക്കി പോയി ചാടുമായിരുന്നു. പാസ്റ്റർ ആഹാരം കഴിച്ചിട്ട് പോവാം. ഞാൻ കഴിച്ചിട്ട് പോയില്ല, മോശമായിരിക്കും, വിശപ്പില്ല, എന്നാലും എന്നാൽ ശരി തിരിയെടുത്തോ, അവിടെയൊന്നുമില്ല. ഞാൻ പോയിട്ട് ദെൻ ഐ അണ്ടർസ്റ്റുഡ് ഇത് പരസ്പരമുള്ള ഒരു സോഷ്യൽ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമാണ്. ടു അപ്പിയർ ഗുഡ്, ഇതെല്ലാം അത്തീലകളാണെന്നുള്ള കാര്യം ഇറ്റ് ഡോണ്ട് ഓൺ മീ വെരി ലേറ്റ്. ഓക്കെ, അപ്പം ഈ അത്തീലകളുകൊണ്ട് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു അസംഷൻ ഉണ്ട്, വി ആർ ഗുഡ്, ബെറ്റർ ദാൻ ദ അതേഴ്സ്. കാരണം എൻ്റെ അത്തീലകൾക്കാണ് കളർ കൂടുതൽ, ഞാനാണ് അയാൾക്ക് കൂടുതൽ പൈസ കൊടുത്തത്, ഞാനാണ് സ്തോത്രാഴ്ചപ്പെട്ടി കൂടുതലിടുന്നത്, നാച്ചുറലി മൈ അത്തീല ഇസ് ബെറ്റർ ദാൻ ഹിസ് അത്തീല. അങ്ങനെ ചിന്തിച്ച അവൻ കണ്ടില്ലേ, അവൻ കാണിക്കുന്നത് പ്രാർത്ഥനയുടെ സമയത്ത് ഇരുന്ന് ഉറങ്ങുന്നു, ഞാൻ എന്ത് ഉണർവോടെ ആരാധിക്കുക. അപ്പൊ ആരുടെ അത്തീല സ്ട്രോങ്? ഇതൊരു പ്രിയ സഹോദരങ്ങളെ, ഒന്നിനും കൊള്ളാത്ത ഒരു മനസ്സുമായിട്ട് നമ്മൾ പിടിച്ചു നിന്ന് ജീവിച്ചു പോകുന്നത് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ കാണാനൊരവസരം കിട്ടുന്നതുകൊണ്ടാണ്. നമ്മളെക്കാൾ മോശമെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെയെങ്കിലും നമ്മൾ കണ്ടില്ലെങ്കിൽ എന്ത് സമാധാനത്തോടെ കിടന്നുറങ്ങും. സോ കമ്പാരിസൺ മേക്സ് അസ് കംഫർട്ടബിൾ, അല്ലേ? അപ്പം ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം അത്തീലയൊക്കെ എടുത്ത് നമ്മളിപ്പം IPC കാരാണ്. നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ IPC കാരനല്ലെങ്കിലും ഇപ്പം IPC കാരനാണ് തീരുന്നവരെ. അപ്പം നമ്മളെല്ലാം IPC പെന്തക്കോസുകാരാണ്. അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളെല്ലാം പരസ്പരം പറ്റിയ അത്തീലകളൊക്കെ ഇട്ടിട്ടുണ്ട്. IPCക്ക് IPCയുടേതായ ഒരു അത്തീല സെക്ഷനുണ്ട്, അതുപോലെ ബ്രദറുകാർക്ക് അവരുടേതായ ഒരു അത്തീല സെക്ഷനുണ്ട്. അതാണ് അവരെ ബ്രദറുകാരാക്കുന്നത്, ഇതാണ് പെന്തക്കോസുകാർ. ഇതെല്ലാം വി ആർ ബ്യൂട്ടിഫുള്ളി അഡോൺഡ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ ഡേ യേശു കർത്താവ് വന്നിട്ടൊരു ചോദ്യമുണ്ട്, IPCക്കാരാ നീ ഇവിടെ? അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചതൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവം നേരെ ഹൃദയത്തിലേക്ക് നമ്മൾ ആരും കാണാതെ ഒളിപ്പിച്ചിരുന്ന ഹൃദയമല്ല, അതൊന്നും നോക്കില്ല. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ എപ്പോഴും നഗ്നരും ഒന്നും മറയ്ക്കാനില്ലാത്തവരാണ്. അവിടെ അത്തീലകൾ ഫലം ചെയ്യുന്നില്ല, സൽപ്രവൃത്തികൾ ഫലം ചെയ്യുന്നില്ല, വിധിന്യായങ്ങൾ ഫലം ചെയ്യുന്നില്ല. വി സ്റ്റാൻഡ് ദെയർ എക്സ്പോസ്ഡ്. ദൈവത്തെ എപ്പോൾ കണ്ടാലും അതിൻ്റെ ഏറ്റവും വലിയ കോൺസിക്വൻസ് നമ്മുടെ പാപബോധമാണ്. ഓക്കെ, ദൈവത്തെ കാണുമ്പോൾ അത്തീല ഫലം ചെയ്യുന്നില്ല, നഗ്നത മനസ്സിലാവുന്നു. ഇപ്പം കർത്താവ് അവർക്ക് നഗ്നത മറയ്ക്കാൻ ഒരു ആടിനെ അറുക്കുന്നു. അതിൻ്റെ അർത്ഥം, കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രമില്ലാതെ, ആന്തരികമായ നീതി ലഭിക്കാതെ ഒരു മനുഷ്യനും കല്യാണ സദ്യയിൽ പ്രവേശിക്കാനോ കർത്താവിൻ്റെ കൂടെ പങ്കാളികളാകാനോ സാധിക്കില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ IPCയുടെ അത്തീല പോരാ എന്ന് അർത്ഥം. ഓക്കെ, ഇതിൻ്റെ വേറൊരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ, ഈ പഴം തിന്നതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസ്, ഇത് രണ്ടും നമുക്ക് മനസ്സിലായെങ്കിലേ ഈ പാപത്തിൻ്റെ ഡെപ്ത് എത്ര ആഴത്തിലേക്ക് ഇത് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വി ഓൾവേസ് ഷിഫ്റ്റ് ദ ബ്ലെയിം എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ചോദിച്ചാൽ, അത് അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്. ആദമിനോട് ചോദിക്കുകയാണ്, ആദമേ നീ ആ പഴം തിന്നോ? ആദം പറഞ്ഞു,
നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ എനിക്ക് തന്നത് കൊണ്ട് ഞാൻ തിന്നു. അപ്പോൾ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. ആരാണ് പ്രതി? ദൈവം. കാരണം ഈ ഹൗവയെ തന്നെ കൊടുത്തത് ആരാ? ദൈവം. കുറച്ചുകൂടെ നല്ല ഹൗവയെ കൊടുത്തിരുന്നെങ്കിൽ ആദം ഈ പാപം ചെയ്യുമായിരുന്നോ? നിങ്ങൾ പറ, ചെയ്യുമായിരുന്നോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഹൗവയെ ദൈവത്തിന് കിട്ടിയുള്ളൂ കുറച്ചുകൂടെ നന്നായിട്ട്, നല്ല സ്വഭാവമുള്ള എത്രയോ ആദന്മാർ ഇവിടെ നിന്ന് ആലോചിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ നല്ലൊരു ഹൗവയെ അല്ലേ? അത് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എവിടെ നിന്ന് എടുത്ത് തരാനാ? ആകെ ഒരു ആദമിന്റെ ശരീരം ഉള്ളൂ, അവിടെ നിന്ന് എടുക്കാൻ ആകെ കൊള്ളാവുന്ന ഒരു വാരിയലേ ഉള്ളൂ. ഞാൻ എത്ര ആലോചിച്ചിട്ടും ആദമിനേക്കാൾ മോശമായിരുന്നു ഹൗവ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, ആദം ഹൗവയേക്കാൾ നല്ലതായിരുന്നുവെങ്കിൽ ഈ പഴവുമായിട്ട് ഹൗവ വരുമ്പോൾ ആദമിന് ഒരു വാക്ക് പറയാം, നീ എന്ത് പണിയാ കാണിച്ചത് ഹൗവ, ദൈവം പറഞ്ഞ ഓർമ്മയില്ലായിരുന്നോ, മോശമായി പോയില്ലേ, നീ മരിച്ചു പോവല്ലോ, അപ്പം നിന്റെ കൂടെ വേണം ഞാനും മരിക്കാം, പക്ഷെ പഴം തിന്നോളാം, പക്ഷെ ഇത് കഷ്ടമായി പോയി, ചെയ്യരുതായിരുന്നു എന്ന് വേണേൽ പറയായിരുന്നു. ഒരു വാക്ക് ആദം പറഞ്ഞില്ല, നോക്കിയിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞ രണ്ടുപേർക്കും തിന്നത് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇവരെല്ലാം കണക്കാ, ഒന്ന് തന്നെയാ സാധനം, ഒരേ ആള്, ഒരേ ശരീരം, വൂമൺ, മനുഷ്യനിൽ നിന്ന് എടുത്തവൾ, പ്രത്യേകിച്ച് അവർ മോശമൊന്നുമല്ല, എല്ലാം ഒരേ സാധനം തന്നെയാണ്. പക്ഷെ ആദ്യം പറയാണ് ഹൗവ കാരണമാണ്. ഹൗവ പറഞ്ഞതാണ് പെന്തക്കോസ്തുകാരുടെ ഭാഷ, സാത്താന. അതെ ബ്രദറെ, സാത്താൻ പരീക്ഷിച്ച് ഞാൻ വീണുപോയി. ഈ പെന്തക്കോസ്തുകാർ 1-ാം നൂറ്റാണ്ടിലല്ല, ആദ്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ്. നിങ്ങൾ എത്ര പ്രാവശ്യം, പ്രിയ സഹോദരങ്ങളെ, സാത്താന് നിങ്ങളെ പരീക്ഷിക്കാൻ നിങ്ങളുടെ അടുത്ത് വരേണ്ട ഒരു കാര്യമില്ല. യേശുവിൻ്റെ അടുത്ത് വരേണ്ട കാര്യമുണ്ടായിരുന്നു, കാരണം അവൻ്റെ ഉള്ളിൽ ഈവിൽ ഉണ്ടായിരുന്നില്ല. ആദമിൻ്റെ അടുത്ത് ചെല്ലേണ്ട കാര്യമുണ്ടായിരുന്നു, കാരണം അവൻ ഈവിലിന് അടിമയായിരുന്നില്ല. നമ്മുടെ അടുത്ത് വരേണ്ട കാര്യമില്ല, കാരണം അവന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. സോ വി ആർ ടെംപ്റ്റഡ് ബൈ അവർ ഡിസയേഴ്സ്. നമ്മുടെ മോഹങ്ങളാലാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. യു കനോട്ട് കമ്മിറ്റ് സംതിങ് റോങ് ആൻഡ് ദെൻ ബ്ലെയിം ദ ഡെവിൾ. അതൊരു ഔവ സ്വഭാവമാണ്. ഓക്കെ, ഞാനാണ് പാപി എന്ന് ആർക്ക് പറയാൻ പറ്റുന്നോ അവനാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതുകൊണ്ടാണ് ദാവീദിനെ ദൈവം അങ്ങനെ വിളിക്കുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? സോ ബ്രോക്കൺ, ഞാനാണ് ഈ ലോകത്തിലെ വർസ്റ്റ് പാപി. അത് വായിച്ചു നോക്കി അങ്ങനെ തോന്നത്തുള്ളൂ. സങ്കീർത്തനങ്ങളിൽ ത്രൂ ഔട്ട് നമുക്കത് കാണാം, ദാവീദിൻ്റെ തകർന്ന ഹൃദയം. നാഥാൻ പ്രവാചകൻ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ക്യൂസും ഇല്ല. എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കണ്ടായിരുന്നു, അതാണ് ഏറ്റവും വലിയ പാപം, ഞാൻ ഉണ്ടായി വീണതേ പാപം. സോ ഡീപ്പ് ആ മാനസാന്തരം. എന്നിൽ കുറേ നന്മകളില്ലേ കർത്താവേ, ഞാൻ 1-2 തെറ്റ് ചെയ്തു പോയതല്ലേ എന്നല്ല. ഞാനെന്ന് പറയുന്ന സാധനം ഇസ് സോ അൺവർതി, സോ സിൻഫുൾ. എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കാതെ ബാക്കി പിള്ളേർ മതിയായിരുന്നു, ഇങ്ങനൊരു പാപി ഈ ലോകത്ത് ജനിച്ചു പോയല്ലോ എന്നാ ദാവീദ് പറയുന്നത്. അങ്ങനെയുള്ള റിപ്പൻറ്റൻസ് ആണ് കർത്താവിന് പ്രസാദമുണ്ടായത്. കാരണം ദാറ്റ്സ് എ ബ്രോക്കൺ ഹാർട്ട്. ദൈവത്തിന് പ്രസാദമുള്ള ഹൃദയം എന്ന് പറയുന്നത് തകർന്ന ഹൃദയമാണ്. ഇതൊരു ഇൻട്രഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പാപത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ ഹൃദയത്തിലുള്ള പാപത്തെ എങ്ങനെ മനസ്സിലാക്കാം? പലതരത്തിൽ നമുക്ക് പാപത്തെ സെൻസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട, അത് ഒത്തിരിയുണ്ട്. റോമാലേഖനം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ള കാര്യമായതുകൊണ്ട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. പക്ഷെ വായിക്കണം, വായിച്ചില്ലെങ്കിൽ മറന്നുപോകും. പാപം എന്തുകൊണ്ട് ലോകത്തിൽ ഉണ്ടായി? ഇതാണ് ചോദ്യം. 28 മുതൽ 32 വരെ വായിക്കുമ്പോൾ പാപങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കാണാം. അതിൽ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും വേണ്ട അല്ലേ, ആദ്യത്തെ ദിവസമായിട്ട് അതെല്ലാം വായിക്കണ്ട. ഒരുവിധമുള്ള എല്ലാ പാപങ്ങളും അവിടെ ഉണ്ട്. വലിയ ലോങ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുൻപ് 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വവർഗ ലൈംഗികത എന്ന് പറയുന്ന ഒരു പാപത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഉൾക്കൊള്ളാവുന്ന, മനസ്സിലാക്കാവുന്ന, ചിന്തിക്കാവുന്ന എല്ലാ പാപങ്ങളെയും ആ 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ഈ പാപങ്ങളെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ 2 തരത്തിലുള്ള പാപങ്ങൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നമ്മുടെ പ്രവൃത്തികളിലൂടെ വരുന്ന പാപങ്ങൾ. ഏഷണി പറയുന്നത്, മനസ്സിലല്ല ഏഷണി, എവിടെ ഏഷണി? പ്രവൃത്തിയില്ല. കൊല, പിണക്കം, ഇതെല്ലാം
വെളിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലേ. പിണങ്ങിയിരിക്കുന്നവരെ കണ്ട് അറിയാമയ്യേ അറിയാം. ഓക്കെ. പക്ഷെ അസൂയ അത് കാണാൻ പറ്റത്തില്ല, അത് ഹൃദയത്തിനകത്താണ്. അപ്പുറത്തെ വീട്ടിലൊരുത്തൻ നല്ല വീട് വെച്ച് കഴിഞ്ഞാൽ അവൻ എവിടെ നിന്ന് കിട്ടുന്നു ഈ പൈസ എന്ന് ചോദിക്കുന്നത് അസൂയ. ഓക്കെ, അത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന കാര്യമാണ്. നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, ഇതെല്ലാം ഹൃദയത്തിന്റെ തലത്തിലുള്ള കുറെ എണ്ണം. പ്രവൃത്തികളുടെ തലത്തിലാണ്. വഴിയിൽ സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ വലിയ പ്രവൃത്തികൾ. ഇതെല്ലാം പ്രവൃത്തികളുടെ തലം. അടിമത്തമുണ്ടാക്കുന്ന തരം പാപങ്ങൾ ചെയ്യുന്നവർ, പ്രവൃത്തിയുടെ തലം. ഈ പ്രവൃത്തിയുടെ തലത്തിൽ നമ്മൾ ക്ലീൻ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ലോകത്തിലെല്ലാവരും നോക്കുന്നത് നമ്മുടെ സാക്ഷ്യമാണ്, പ്രവൃത്തികളാണ്. നമ്മുടെ ഹൃദയം ആരെയും കാണിക്കുന്നില്ല, പക്ഷെ നമ്മുടെ സാക്ഷ്യം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു എക്സാമ്പിൾ, 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ തൽക്കാലം നിർത്തുന്നു. ഞാൻ കഴിഞ്ഞ ജൂലൈ 15 മധ്യ തിരുവിതാംകൂറിലുള്ള ഒരു യോഗത്തിൽ പ്രസംഗിക്കായിരുന്നു. അതൊരു പബ്ലിക് മീറ്റിംഗ് ആയിരുന്നു, YMCA. അപ്പം നമ്മുടെ ഈ വർഷിപ്പ് ലീഡിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഈ വർഷിപ്പ് ലീഡറുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ? മുമ്പിലിരിക്കുന്നവരെ ഇമോഷണലായി വൈകാരിക തലത്തിൽ എത്തിപ്പിച്ച് അവരെ അലറി വിളിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഉത്തേജിപ്പിച്ച് സ്തോത്രം പറയിപ്പിക്കുക. അതെന്തുമാത്രം പറയിപ്പിക്കാൻ പറ്റുന്ന അത്ര ഇത് സക്സസ്ഫുൾ ആണ്. കാരണം അതാണ് അതിൻ്റെ ശുശ്രൂഷ. ഞാനങ്ങനെ അത് മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു മനുഷ്യൻ വർഷിപ്പ് ലീഡർ നിന്ന് കഷ്ടപ്പെടുകയാണ് ഈ വർഷിപ്പ് ഒന്ന് ഉത്തേജിപ്പിച്ചെടുക്കാൻ. നടക്കുന്നില്ല. കാരണം പൊതുജനം പലവിധം. അപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു ഉത്തേജിപ്പിക്കാൻ വേണ്ടി. ഞാൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞൊരു കഥ. ഞാനൊരു വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിച്ച ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ നിന്നൊരു ഫാമിലി ഞങ്ങളുടെ വീട്ടിൽ കാണാൻ വന്നിട്ട് അവർ പറഞ്ഞു, പാസ്റ്റർക്ക് എന്താ സ്മഗ്ലിംഗ് ബിസിനസ് ഉണ്ടോ? ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കിയത് ചോദിച്ചു. നമ്മൾ ഇങ്ങനെ നടത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആനന്ദമായി, വൈബ്രേഷനായി, ഹല്ലേലൂയ വന്നു, സമാധാനം. ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മാതാ അമൃതാനന്ദമയി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇവർ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണെന്നറിയാം. അറിയാം. ഇപ്പം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഉണ്ടോ? ഉണ്ട്. നമുക്ക് മാതാ അമൃതാനന്ദമയോട് ചോദിക്കാം, എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടായത്? മാതാ അമൃതാനന്ദമയി പറയും, അതെല്ലാം ഈശ്വര കടാക്ഷമാണ് മോനെ. ഇതാണ് ഭാഷ. പക്ഷേ മാതാ അമൃതാനന്ദമയുടെ ഈശ്വരനിൽ വിശ്വസിക്കാത്ത എനിക്കറിയാം, ഇത് ഈശ്വരനുമല്ല, ഒന്നുമല്ല, ഇത് വെറും ഊടായ്പാണ് എന്ന് എനിക്കറിയാം. അറിയാമല്ലേ? അതുപോലെ ഞാൻ പണക്കാരനായ കഥ ഞാൻ പറയുമ്പോൾ വെളിയിലിരുന്ന് അവിടെ കർട്ടൻ വലിക്കുന്നവൻ, ഇപ്പുറത്തിരിക്കുന്നവൻ, എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ അവിടെ ഇരുന്ന് പറയാം, ഊടായിപ്പ്, പൈസ ഉണ്ടാക്കാനുള്ള തട്ടിപ്പ്. അല്ലേ? ആണോ അല്ലയോ? നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളൊരു എന്താ പറയുന്നത്, ഈ മെറ്റൽ പൊടി പണ്ട് കൃഷി ചെയ്യുന്ന സാധനത്തിന് റോഡർ പോലെ അങ്ങ് പോവാണ് സാക്ഷ്യമായിട്ട്. നാട്ടുകാർ എന്ത് വിചാരിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല. ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഈ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ദുസാക്ഷികളായി മാറുന്നു. 2007 നടന്ന സംഭവമാണ്. ഒരു വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ, ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ, അദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. വെബ്സൈറ്റിൻ്റെ ലാസ്റ്റ് പേജിൽ ഇങ്ങനെയാണ്, പുള്ളിയുടെ കുറേ ആവശ്യങ്ങളാണ്. 3 കോടി രൂപയുടെ ഒരു വീട്, 1 കോടി രൂപയുടെ ഒരു കാറ്, കുറേ ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ താഴെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥിക്കാനുള്ള അക്കൗണ്ട് നമ്പറും ഉണ്ട്. അക്കൗണ്ട് നമ്പർ ഇല്ലാതെ പ്രാർത്ഥിക്കാൻ അറിയാമോ നിങ്ങൾക്ക്? അപ്പം ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ എൻ്റെ അനിയൻ്റെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഈ വെബ്സൈറ്റ് കാണുന്നത്. ആരും എനിക്ക് ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ ആന്ധ്രയിലെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഡൽഹിയിലൊരു മിഷണറി ഉണ്ട്. ഞങ്ങൾ ഇത് രണ്ടുപേരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആവശ്യങ്ങൾ. കടഭാരമാണെന്നോ വല്ലതും ഒക്കെ പറഞ്ഞാൽ ഓക്കെ, കടത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമല്ലോ, അതൊരു എമർജൻസിയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, കഷ്ടമായി പോയല്ലോ ഈ മനുഷ്യൻ ഇങ്ങനെ കാണിച്ചത്, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, ഈ പുള്ളിയോടൊന്ന് പറയണമല്ലോ, ഇത് വളരെ മോശമായിപ്പോയി. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് എൻ്റെ കത്തോലിക്കനായ അനിയൻ പുറകെ വന്ന് ഞങ്ങൾ 2 പേരുടെ ഷോൾഡറിന് മുകളിൽ കൂടി ഇത് മുഴുവൻ വായിച്ചു.
പുള്ളി എന്നോട് ചൂടാവുക. പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് പ്രാന്തുണ്ടോ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഇത് അയാൾ ചെയ്തതൊന്നുമല്ല. ആ ലോകത്താരെങ്കിലും ഇങ്ങനെ എഴുതി വയ്ക്കുമോ? ഇത് ആരോ അയാളുടെ ശത്രുക്കൾ പുള്ളിക്ക് ഒരു പണി കൊടുത്തതാണ്. പുള്ളി എന്ത് ചെയ്ത് വിശ്വസിക്കില്ല. കാരണം സാമാന്യ ജനത്തിന് വിശ്വസിക്കാൻ പറ്റിയല്ല ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ടൊരുത്തം പറയുമെന്ന്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞ് ശീലിച്ച. നമ്മൾ പൈസ ഉണ്ടാക്കിയ കഥ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, പറഞ്ഞേ പറ്റൂ. എനിക്കൊരു കാറ് ഗിഫ്റ്റായിട്ട് വന്നു 2015. അന്ന് എൻ്റെ അക്കൗണ്ടിൽ 65 രൂപയുള്ളൂ. ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ വിചാരിക്കും അയ്യോ പാവം കഷ്ടമല്ല. അങ്ങനെ വിചാരിക്കും. നിങ്ങൾ സമൃദ്ധിയിൽ നടുവ് ജീവിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ 65 രൂപയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ. അപ്പം 35 രൂപ ഇട്ടാൽ 100 രൂപയായിട്ട് ഇങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അന്നേരമാണ് കാറ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ആ കൊണ്ടുവന്ന് തരുന്ന ആൾക്ക് ഒരു 50 രൂപ കൊടുക്കാൻ കയ്യിലില്ല. ഞങ്ങൾ ഓങ്കോളിലുള്ള സഭയിലൊരു സഹോദരൻ ഇവിടെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ സംഘടിപ്പിച്ച് ചെയ്ത കാര്യമാണ് ബലമായിട്ട്. അപ്പോൾ ഞാൻ ഒരു സഹോദരിയോട് ഫോണിൽ കൂടെ പറയാണ്, എനിക്കൊരു കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സഹോദരി എന്നോട് ചോദിക്കും, എൻ്റെ കസിനാണ്. ചേസ് ഇങ്ങനെ വേർത്ത് കുളിച്ച് ബസ്സിലും കയറി ട്രെയിനിലും കയറി ഓരോ ചർച്ച ചെന്ന് യേശുക്രിസ്തു മാത്രം എന്ന് പറയുമ്പം ഉണ്ടാകുന്ന ആ അധികാരം ഒരു കാറിൽ പോയി ഇറങ്ങി പറയുമ്പോൾ ഉണ്ടാവുമോ? ചോദ്യം. ആ ചോദിച്ച ആള് പെന്തക്കോസ്തുകാരിയല്ല. ഞാൻ ഒത്തിരി ആലോചിച്ചു. ഇന്ന് ആ ദാരിദ്ര്യാവസ്ഥയിൽ നടന്നും ബസ്സിൽ കയറിയും ഇടിച്ചും ചെന്ന് ഇത് പറയുകയായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സോ പവർഫുൾ. നമ്മൾ ദൈവത്തിൻ്റെ പവറിനെ ലോകത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വേണ്ട എന്ന് വയ്ക്കുകയാണ്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എപ്പോഴെങ്കിലും ഒരു കാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നോ? ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം, സ്വർഗീയ അനുഗ്രഹങ്ങൾ തന്നിട്ട് ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന ഒരു സാധനം എനിക്ക് തരണേ എന്ന് ഞാൻ നിന്നോട് വാശിയെടുത്ത് ചോദിച്ചിരുന്നോ? എത്ര പരിശോധിച്ചിട്ടും അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് ദൈവം തന്നതാണ്. ഇതിൻ്റെ മാനവും അപമാനം എന്തായാലും ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്ന് ബോധ്യമുണ്ടായതുകൊണ്ട് എനിക്കൊരു ആശ്വാസം ഉണ്ടായത്. ഇറ്റ്സ് എ റിയൽ ക്രൈസിസ്. നമ്മൾ ലോകത്തെ കാണുന്ന പോലെ അല്ല ലോകം ലോകത്തെ കാണുന്നത്. അവർ ആത്മീകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്. അത് ലോകത്തിലേക്ക് നമ്മൾ വളരുമ്പോഴല്ല അതവർക്ക് ബോധ്യമാകുന്നത്, ക്രിസ്തുവിലേക്ക് നമ്മൾ വളരുമ്പോഴാണ്. അത് ആ ഒരു ആത്മീയത കാണിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസിംഗ് ഇറ്റ്സ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് പ്രവൃത്തിയുടെ തലത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു റിഫ്ലക്ഷനെങ്കിലും ആയില്ലെങ്കിൽ, ഒരു ഛായ എങ്കിലും ഇല്ലാതെ പോയാൽ നമുക്ക് ദൈവത്തെ ഉയർത്താൻ ഒരു കാരണവശാലും സാധിക്കില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ അവർ ക്യാരക്ടർ ആൻഡ് ബെയർ വിറ്റ്നസ് ടു ക്രൈസ്റ്റ്. പോയിന്റ് നമ്പർ 1. പക്ഷെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ എത്ര നന്നായിട്ടും കാര്യമില്ല. അത് കാര്യമുണ്ട്, പക്ഷെ കാര്യമില്ല. കാരണം അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ്. ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. കാറുണ്ടോ എന്നുള്ളതിനേക്കാളും മോഹം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. മോഹം ഉണ്ടായിട്ടും കാർ കിട്ടാതിരുന്നിട്ട് കാര്യമില്ല. ദൈവത്തിന് മുമ്പിൽ വി ആർ സിന്നേഴ്സ്. മോഹമാണ് അവിടുത്തെ പ്രശ്നം, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. സോ വെൻ ഗോഡ് എക്സാമിൻസ് അവർ ഹാർട്ട്, അവിടെ മുഴുവൻ പ്രശ്നമാണ്. അപ്പോൾ 2 തരത്തിലുള്ള പാപങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, നമുക്ക് വളരെ പെട്ടെന്ന് സമൂഹത്തിൻ്റെ നീതിയുടെ ബേസിസിൽ സാക്ഷ്യമുണ്ടോ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. 2, ഹൃദയത്തിൽ മനസാക്ഷിയിൽ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്ന ചിന്തകളെയും വിവേചിക്കാൻ സാധിക്കും. ഞാനിതിന് സാധാരണ പറയുന്നൊരു കഥ ഇങ്ങനെയാണ്. ഹൃദയത്തിലെ പാപവും പ്രവൃത്തിയുടെ പാപം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു അതിഥി വന്ന് കയറി വിചാരിച്ചു. ഓക്കെ, ഒരു പക്ഷേ ഗൾഫിലുള്ള പലർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായേക്കാം. ഒരമ്മാവൻ എന്ന് വിചാരിച്ചു. ഒരമ്മാവൻ, അമ്മാച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെയും മുഖം ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ അമ്മാവൻ എന്നങ്ങ് പറയാം. ഈ അമ്മാവൻ വന്നാൽ പോവില്ല. പ്രായമായ അമ്മാവനാണ്, ഭയങ്കര ഡിമാൻഡിങ് ആണ്. ചൂടുവെള്ളം ഇത് ആകെ പ്രശ്നമാണ്. നമ്മൾ കൊടുക്കുന്ന ആഹാരം കഴിക്കില്ല, ഇങ്ങനെ ശല്യമാണ്. എവിടെ പോയാലും അവിടെ കൂടും. ഈ ഒരു ദിവസം രാവിലെ ആ വീട്ടിലെ കൊച്ചമ്മ സഹോദരി
വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ ദാ വരുന്ന അമ്മാവൻ ഗേറ്റ് തുറന്ന് വീട്ടിനകത്തേക്ക്. എന്തായിരിക്കും ഫീലിങ്? കർത്താവേ, ഈ മനുഷ്യൻ വന്നല്ലോ എന്നായിരിക്കും. പക്ഷെ അമ്മാവൻ അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും പറയുന്നേ? പറ 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 പെട്ടെന്ന് പറ. അമ്മാവ എത്ര നാളായി കണ്ടിട്ട്, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? എത്ര പേരിങ്ങനെയാണ്? കൈപൊക്കണ്ട. പ്രവൃത്തികൾ ഡബിൾ ഓക്കെ. ചർച്ചിലേക്ക് നോക്കിയോ, കർത്തൃമേശ കഴിഞ്ഞു, കെട്ടിപ്പിടുത്തം എല്ലാം ഡബിൾ ഓക്കെ. പക്ഷെ ഹൃദയം ആർക്കും പിടിതരാത്ത സാധനമാണ്. ഈ അമ്മാവൻ അകത്ത് വരുമ്പം ഈ കുട്ടിക്ക് സഹിക്കുന്നില്ല, ഈ മോൾക്ക് സഹിക്കുന്നില്ല. അയ്യോ, ഇയാൾ എങ്ങനെ പോകും എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ചോദിക്കാൻ പറ്റുമോ ഇയാൾ എപ്പോൾ പോകുന്നു? ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ വേറെ പ്രശ്നമുണ്ട്, അമ്മാവൻ നാട് മുഴുവൻ നാറ്റിക്കും. കാരണം പുള്ളി എല്ലാ വീടും കയറി ഇറങ്ങുന്നവരായതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നാട് മുഴുവൻ അറിയും. അങ്ങനെ പ്രോബ്ലം ഉണ്ട്. അപ്പം അമ്മാവനെ വളരെ മര്യാദയ്ക്ക് കയറ്റിയിരുത്തി. ഇനി അറിയേണ്ടത് അമ്മാവൻ പോവോ എന്നുള്ളതാണ്. എങ്ങനെ ചോദിക്കാം? അമ്മാവൻ എപ്പോൾ പോകുന്നു ചോദിച്ചാൽ ഇഷ്ടപ്പെടുകയില്ല. അപ്പം എന്ത് ചെയ്യണം? ഇങ്ങനെ ചോദിച്ചാൽ മതി, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ അല്ലേ പോകുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കായിരിക്കും ഈ തന്ത്രങ്ങളൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്ന്. നമ്മളെല്ലാം ഒരേ മണ്ണല്ലേ, നമുക്കറിയാതെ പറ്റാതെ പോകും. അപ്പം അമ്മാവൻ പറയാണ്, ഓ, ആദ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നത് ഇന്ന് താമസിക്കാൻ. കാരണം വന്നാൽ മിക്കാറ് ആൾക്കാരും അതുപോലും പറയാറില്ല. ഈ കൊച്ചിനോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതുകൊണ്ട് അമ്മാവൻ പറയാണ്, മോളെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. എത്ര നിയന്ത്രിച്ചാലും ആ സമയത്ത് നമ്മുടെ ഹൃദയം നമ്മളെ അനുസരിക്കില്ല, മുഖം അനുസരിക്കില്ല, വാക്കുകൾ അനുസരിക്കും. ശരി അമ്മാവ, സന്തോഷം എന്ന് പറയും. പക്ഷെ ഹൃദയം ഇങ്ങനെ കഷ്ടമായി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ സമ്മതിക്കുന്നില്ല? ഇങ്ങനെയല്ലേ ഇവിടെ? ഓക്കെ. അപ്പോൾ ഈ പാപങ്ങളെ രണ്ടിനെ നമുക്ക് ആ ലിസ്റ്റിൽ പെടുത്താം. ഒന്നുകിൽ നമ്മുടെ പ്രവൃത്തികളിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് പാപങ്ങൾക്കും, രണ്ട് തരം പാപങ്ങൾ ഉണ്ടാകാൻ രണ്ട് കാരണങ്ങളാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഒന്ന്, ദൈവത്തിന് മഹത്വം നൽകാതിരിക്കുക. ദൈവത്തെ അറിഞ്ഞിട്ടും 21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതിരുന്നത് കൊണ്ട്. രണ്ടാമതൊരു കാരണം പറഞ്ഞിരിക്കുന്നത് 28-ാം വാക്യത്തിലാണ്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം. അപ്പൊ ദൈവത്തെ പരിജ്ഞാനത്തിൽ വഹിക്കാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥ. ഈ രണ്ട് കാരണങ്ങളാണ് ഈ പാപങ്ങളുടെ എല്ലാം റീസൺ. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. പറയാമോ? ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഈ പാപം മുഴുവൻ പോകുന്നല്ല എന്നർത്ഥം, പാപത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ തകരും. ഫോർ എക്സാമ്പിൾ, ഈ കൊച്ചു പറയാണ്, ഈ അമ്മാവനെ ദൈവമാണ് ഇങ്ങോട്ട് വിട്ടത്, എന്നെ ക്ഷമയും സ്നേഹവും പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നീ ഇത് ചെയ്തതിനായിട്ട് സ്തോത്രം എന്നൊരു വാക്ക് ഈ സഹോദരിയുടെ വായിൽ നിന്ന് വന്നാൽ ഹൃദയത്തിലെ ആ പാപത്തിൻ്റെ ശക്തി ഒടിഞ്ഞു പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമായിരിക്കും, കഷ്ടം, പക്ഷെ അതിനെ നമ്മളെ നിയന്ത്രിക്കാനുള്ള പവർ ഇല്ലാതായി പോകും ഒറ്റ സ്തോത്രം കൊണ്ട്. അതുപോലെ നിങ്ങൾ വെളിലോട്ടിറങ്ങുമ്പോൾ കുടയില്ല, പെരുമഴയാണെങ്കിൽ ദൈവമേ, ബുദ്ധിയോടെ വിവേകത്തോടെ ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഴ പെയ്യിക്കുന്ന ദൈവമേ നിനക്ക് സ്തോത്രം, നീ ഇതെന്തിനു ചെയ്തു എന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തെന്ന് പറയുമ്പം നമ്മുടെ പരാതികൾ ഇല്ലാതായി മാറും. എനിക്ക് തന്ന ഹവ്വായ്ക്ക് വേണ്ടി സ്തോത്രം, ആദമിന് വേണ്ടി സ്തോത്രം, മക്കൾക്ക് വേണ്ടി സ്തോത്രം. എന്തിനാ ഇതൊക്കെ എനിക്കിങ്ങനെ തന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ കർത്താവേ, നീ ബുദ്ധിമാനായതുകൊണ്ടും നിന്റെ ബുദ്ധി നിത്യമായതുകൊണ്ടും നീ നന്മയല്ലാതൊന്നും ചെയ്യാത്തത് കൊണ്ടും എല്ലാറ്റിനും സ്തോത്രം. ഇങ്ങനൊരു ഭാര്യ എനിക്ക് കിട്ടില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള മക്കളെ കിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്നെ ഞാൻ ആഗ്രഹിക്കില്ലായിരുന്നിരിക്കുമായിരിക്കും. സോ ഗോഡ് പ്ലാൻസ് എവറിത്തിങ് ഇൻ ഹിസ് വിസ്ഡം. ആ വിസ്ഡവും അവൻ്റെ രാജ്യത്വവും മനസ്സിലാക്കി സ്തോത്രം ചെയ്യുന്ന ശീലമുള്ളവരായി മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപത്തിന് അധികാരമെടുക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, മരിച്ചാലും സ്തോത്രം, ജീവിച്ചാലും സ്തോത്രം എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പിശാച് ഒന്ന് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടായ്മയുള്ള ഒരു സഹോദരിയുടെ അടുത്ത് ഒരു പ്രവാചകൻ ചെന്നു. ഇപ്പം നായ്ക്കളുണ്ട് സൂക്ഷിക്കാന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കേണ്ട ഒരു സമയത്തിലേക്ക് ഇദ്ദേഹം ചെന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
നിങ്ങൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാവുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. ഭയങ്കരം. എനിക്കറിയാൻ മേല ആര് പുള്ളിയോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്ന് പോലും. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇനി പ്രവാചകൻ വരുമ്പോൾ ഇങ്ങനെ പറ, ആക്സിഡൻ്റ് ഉണ്ടായി പെട്ടെന്ന് കർത്താവിൻ്റെ അടുത്തോട്ട് പോവാം, ഐ ഡോണ്ട് കെയർ. പിന്നെന്ത് പ്രവചനം? ദൈവമേ, നീ എന്ത് ചെയ്താലും വിവേകത്തോടെ ചെയ്യുന്നു, നിന്റെ ബുദ്ധി അനന്തമാണ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഞായറാഴ്ച ജീവൻ്റെ ഉള്ളവരുടെ ദേശത്ത് തന്നെ ശേഷിപ്പിച്ചതിനായി സ്തോത്രം എന്ന് പറയേണ്ട ഗതികേടുണ്ടാവില്ല. ജീവനുള്ളവരുടെ ദേശത്തേക്ക് പറന്നു പോയാലും സ്തോത്രം. ഏതാ ജീവനുള്ളവരുടെ ദേശം? ദോഹയാണോ? ജീവനുള്ളവരുടെ ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകാതെ ഇവിടെ ഇട്ടതിനായിട്ട് സ്തോത്രം ദൈവമേ എന്നായി ഞായറാഴ്ച പറയുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാകുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാൻ എപ്പോഴും ഞങ്ങളുടെ കൂട്ടായ്മകളിലെല്ലാം പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്തോത്രം ചെയ്തു തുടങ്ങും. കർത്താവേ, നീ തന്ന ജീവിതത്തിനും, നീ തന്ന രക്ഷയ്ക്കും, നീ തന്ന കുടുംബത്തിനും, നീ ഞങ്ങളെ അനുദിനം വിശദീകരിക്കുന്നതിനും, അതിനെനിക്ക് ഇഷ്ടമില്ലാത്ത മാർഗങ്ങൾ നീ ഉപയോഗിക്കുന്നതിനും, അതിനെനിക്ക് മനസ്സിലാകാത്ത റോട്ടിലൂടെ എന്നെ നടത്തുന്നതിനും, ഇതെല്ലാം എന്നെ നിനക്കനുരൂപമായി രൂപപ്പെടുത്താനായതിനും ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ നമ്മളെ ഭയപ്പെടുത്താനോ ആകുലചിന്തയിലിടാനോ ഒരു പിശാചിനും സാധിക്കത്തില്ല. ഇതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പാപത്തിൻ്റെ ശിക്ഷ, ദൈവം എങ്ങനെ ഈ പാപത്തെ കാണുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. സിൻ എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിനെതിരെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഭാര്യയോട് പാപം ചെയ്യുന്നു എനിക്ക് തോന്നും, പക്ഷേ റിയൽ ദൈവത്തിനെതിരെയാണ്. ഞാൻ എൻ്റെ അയൽക്കാരനോടാണ് അത് പറഞ്ഞതെന്ന് തോന്നാം, പക്ഷെ ഞാൻ ചെയ്യുന്ന ഓരോ പാവവും എപ്പോഴും നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് സഹോദരനോട് ചെയ്താലും അത് ശരിക്കും ചെയ്യുന്ന ആരോടാ? ദൈവത്തോട് തന്നെയാണ്. അപ്പോൾ ദൈവത്തിന് ഈ പാപത്തോട് എന്താ മനോഭാവം എന്നുള്ളതാണ് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. അപ്പം ഇവിടെ പ്രവൃത്തി അടിസ്ഥാനത്തിലുള്ളൊരു ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അടുത്ത വാക്യം, തിന്മ പ്രവർത്തിക്കുന്ന, ഇത് ശ്രദ്ധിക്കണം, 9-ാം വാക്യം, തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനും ലഭിക്കും ദൈവത്തിന്റെ പക്കൽ. അപ്പൊ ഇതിനർത്ഥം എന്താ? ദൈവത്തിന്റെ പക്കൽ മുഖവശമില്ലാത്തത് കൊണ്ട് യഹൂദനായാലും യവനനായാലും നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ, അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? അപ്പൊ മതം ഏതായാലും, യഹൂദനായാലും യവനനായാലും നന്നായ പോരെ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ദൈവത്തിന്റെ പക്കൽ. നമുക്ക് അങ്ങനെ തന്നെയാണോ എന്ന് കുറച്ചുകൂടെ താഴോട്ട് വായിക്കാം. 12-ാം വാക്യം, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്തിൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, അവ ആചരിക്കുന്നത്ര നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മോഷ്ടിക്കരുതെന്നുള്ളൊരു പ്രമാണം ഉള്ളതുകൊണ്ട് ഞാൻ മോഷ്ടിക്കുന്നില്ല, പക്ഷെ ആ പ്രമാണം ഇല്ലാത്തവനും അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് മോഷ്ടിക്കുന്നില്ല. രണ്ടുപേരും മോഷ്ടിക്കുന്നില്ല. അപ്പോൾ ദൈവം രണ്ടുപേരും ഒരുപോലെ കാണണം. ദൈവത്തിൻ്റെ പക്കൽ മുഖവശമില്ല. രണ്ടുപേരും സൽപ്രവൃത്തികൾ ചെയ്യുന്നു, ദൈവം രണ്ടുപേരും ഒരുപോലെ കാണുന്നു. രണ്ടുപേർ മോശം പ്രവൃത്തികൾ ചെയ്യുന്നു, ഒന്ന് നിയമം അനുസരിച്ച് ചെയ്യുന്നു, മറ്റുള്ളവർ മനസാക്ഷിയെ ലംഘിച്ച് ചെയ്യുന്നു. രണ്ട് ദൈവം ഒരുപോലെ. അപ്പം മതം ഏതായാലും നന്നായി പോരെ? മതിയോ? സത്യം പറഞ്ഞാലേ മതിയല്ലേ? മതി. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ആരും നന്നാവൂല. അതാണ് പ്രശ്നം. ഈ ചർച്ച ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് പൗലോസ് എവിടെ തീർക്കുന്നതെന്നറിയോ? 3:9 ഇത് വളരെ പെട്ടെന്ന് ഞാനിത് പറഞ്ഞു പോവാണ്. ഫൗണ്ടേഷൻസ് ആയതുകൊണ്ട് ഇത് ഇന്ന് കുറച്ചേറെ അത് പറയേണ്ടി വരും, എങ്കിലേ നിങ്ങൾക്കത് ക്രിസ്തുവിൻ്റെ ലൈഫിലുള്ള റിച്ച്നെസ്സിനെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. 3:9 നോക്കിക്കേ. ആകയാൽ എന്ത്? ഇത് വലിയൊരു ചർച്ചയാണ്. നമുക്ക് വിശേഷതയുണ്ടോ? നമ്മുടെ ഈ ബൈബിളുണ്ട്, നിയമമുണ്ട്, എന്തെങ്കിലും വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് പറഞ്ഞാൽ ബൈബിൾ ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരുപോലെ പാപത്തിന് കീഴാകുന്നു. ഏത് മതമായാലും മനുഷ്യൻ നന്നാകുന്നില്ല.
എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചാൽ അവൻ എല്ലാ കൽപ്പനയും ലംഘിച്ച പോലെയാണ്. മനസാക്ഷിയുടെ ഏതെങ്കിലും ഒരു പ്രമാണം അവൻ അനുസരിച്ചില്ലെങ്കിൽ അവനെല്ലാം ലംഘിച്ചതുപോലെയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും ഇല്ല നീതിമാൻ. അടുത്ത വാക്യം എന്താ പറയുന്നത് നോക്കിയേ. നീതിമാൻ ആരുമില്ല. നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് ധരിക്കുന്ന ഒരു കാര്യമാണ്, സുവിശേഷം കേൾക്കാത്തവരെല്ലാം ദൈവം മനസാക്ഷി അനുസരിച്ച് വിധിക്കും. റോങ്. ന്യായപ്രമാണം ഒരു സൈഡിലും മനസാക്ഷി വേറൊരു സൈഡിലും, അല്ലാതെ സുവിശേഷം ഒരു സൈഡിലും മനസാക്ഷി വേറൊരു സൈഡിലും അല്ല. ന്യായപ്രമാണമുള്ളവന് ന്യായപ്രമാണം, ന്യായപ്രമാണം ഇല്ലാത്തവന് മനസാക്ഷി. സുവിശേഷം ഉള്ളവന് സുവിശേഷം, സുവിശേഷം ഇല്ലാത്തവന് മനസാക്ഷി എന്നല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസാക്ഷി എന്നൊരു വഴി പിതാവിന്റെ അടുക്കൽ ചെല്ലാനില്ല. യേശുക്രിസ്തു എന്ന വഴി മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യമാകുന്നു, ഞാനും മനസാക്ഷിയും കൂടെ നല്ല കർത്താവ്. ഓക്കെ, അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല, ഒറ്റ നീതിമാൻ പോലും ഇല്ല, ഗ്രഹിക്കുന്നവനുമില്ല. എന്ന് പറഞ്ഞാൽ നീതിമാൻ അല്ല നീ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അടുത്തത്, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നായിരിക്കുന്നത്, ഞാൻ ദൈവത്തെ അന്വേഷിച്ചാണ്, ഞാൻ ചോദിച്ചു കർത്താവ് ജീവനുള്ള ദൈവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണേന്ന് ഞാൻ പറഞ്ഞ് അന്വേഷിച്ച് നടന്നു, ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ സാക്ഷികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമില്ല. അടുത്ത വാക്യം, എന്തുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല എന്ന് പറയുന്നറിയോ? വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരിക്കലും ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, അന്വേഷിക്കാനും പറ്റില്ല. അതിന്റെ കാരണം, ഞാനൊരു മഹാപാപിയാണ്. പാപിയായ ഒരു മനുഷ്യന് നീതിമാനായ എന്നെ നരകത്തിൽ സ്വർഗത്തിലും വിടാൻ അധികാരമുള്ള ദൈവം എവിടെയും ചോദിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അന്വേഷിക്കാനും സാധിക്കില്ല. അതിവിടെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ നടക്കുക എന്ന് വിചാരിച്ചോ. സ്ട്രെയിറ്റ് ലൈൻ സങ്കല്പിച്ചോ. നമ്മൾ വിചാരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് നമ്മൾ ശരിക്കും നടക്കുന്നത് വളഞ്ഞാണ്. ഒരു വലിയ ഗ്ലോബിലൂടെ ഒരു ഉറുമ്പ് നടക്കുക. ഉറുമ്പ് വിചാരിക്കുന്ന നേരെ പോയാൽ അങ്ങ് സ്വർഗത്തിലെത്താമെന്നായിരിക്കും. പക്ഷെ നമുക്കറിയാം ഇതെങ്ങനെ പോയാലും വളഞ്ഞ് അവൻ ആദ്യം നിന്ന സ്ഥലത്ത് മാത്രമേ എത്തുള്ളൂ, അല്ലേ? നമ്മൾ എത്ര സ്ട്രെയിറ്റ് ആയിട്ട് അന്വേഷിച്ചാലും നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് എവിടെ എത്തുന്നറിയോ? നമ്മുടെ അടുത്ത് തന്നെ എത്തുന്നത്. നമ്മൾ കണ്ടെത്തിയ ദൈവത്തിന് നമ്മുടെ സ്വഭാവം അല്ലേ? ആണോ അല്ലയോ? അല്ലേ? ഉദാഹരണം, എൻ്റെ പിള്ളേരെല്ലാം അമേരിക്കയിലോട്ട് പഠിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ പറ? അത് തന്നെയാ അല്ലേ? പിന്നെ എന്താ പോവാത്തെ? പിശാച് സമ്മതിക്കുന്നില്ല. അതാ പ്രശ്നം. ദൈവത്തിന് എൻ്റെ നല്ല ഇഷ്ടങ്ങളെല്ലാം ഇഷ്ടമാണ്, അല്ലേ? അപ്പോൾ ഒരാൾ പറയും അമേരിക്ക ഒന്നും വലിയ ഗുണമില്ല പാസ്റ്ററെ, അതൊക്കെ പണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, എന്താ അവിടുത്തെ സമൃദ്ധി. അടിച്ചു വാരുന്നവർക്ക് 3-4 ലക്ഷമാണ് കിട്ടുന്നത്. അപ്പം ഞാൻ മാറ്റിയോ? അങ്ങനെയല്ലേ? എന്നാ പിന്നെ സ്വീഡൻ. ദൈവം ദൈവം മാറ്റി, എന്നാ പിന്നെ സ്വീഡൻ. പിന്നെ കാര്യമൊന്നും നടക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? പിശാച് സമ്മതിക്കുന്നില്ല. ഭയങ്കര പോരാട്ടമാണ് ബ്രദറെ, ഭയങ്കര പോരാട്ടം. പാവം ദൈവം വിചാരിച്ചിട്ട് ഒരു പണിയും. പിന്നെ നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവത്തിന് ശക്തി കൊടുക്കാൻ വേണ്ടി ഉപവാസം, പ്രാർത്ഥന, ബഹളം. ഞാൻ പറഞ്ഞതിൽ കൂടി പോകുന്നുണ്ടല്ലേ? സത്യമാണ്. ഇനി വേറൊരു തെളിവും കൂടെ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഇവിടെ 2 പേര് വഴക്കുണ്ടാക്കിയെന്ന് വിചാരിച്ചോ? അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് സാധാരണ അങ്ങനെ പറയുന്ന പോലെ സംഭവിപ്പിക്കാനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. 2 പേര് തമ്മിൽ വഴക്കുണ്ടാക്കിയെന്ന് വിചാരിച്ചോ. ഒരാൾ അങ്ങോട്ട് പോയപ്പം ഈ ഡോർ അടഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിരൽ പോയിന്ന് വിചാരിച്ചോ. ഉടനെ മറ്റേ ആൾ പറയും, അയ്യോ ബ്രദർ എന്നാ പറ്റിയും ചോദിക്കുമെങ്കിലും ഉള്ളിൽ പറയും, അവൻ എന്നോട് വർത്താനം പറഞ്ഞ് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ദൈവം അവനോട്ടൊരു പണി കൊടുക്കാതിരിക്കുമോ എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലെ ദൈവം ആരാന്നറിയോ? എന്നെ മര്യാദക്കാരനായി നിർത്തിയിട്ട് എനിക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്നയാള്. നിങ്ങളുടെ അയൽവക്കക്കാരെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ ദൈവം ചിന്തിക്കുന്നേ? ആണോ അല്ലയോ? നിങ്ങളുടെ സഭയിൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കും, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അത് തന്നെയല്ലേ ദൈവം ചിന്തിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ അടുത്തല്ല, നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ചെന്ന് നിൽക്കുന്നത്.
നമ്മുടെ ദൈവം മാറിപ്പോയി. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയമില്ല. ഈ ദൈവത്തിന് ശക്തിയുമില്ല, കാരണം നമ്മളുണ്ടാക്കിയതാ. ഇത് പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷെ സത്യമാണ്, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമില്ലാത്ത ദൈവം നമ്മുടെ ദൈവമല്ല, നമ്മുടെ പിതാവല്ല. അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനല്ലാതെ ആരും പിതാവിനെ വെളിപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ കാണാനും കഴിയില്ല. അവൻ്റെ സ്വഭാവമില്ലാത്തവൻ ദൈവമല്ല. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ട എന്തായിരിക്കും അനുഭവം? യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങളിങ്ങനെ സങ്കല്പിച്ച് നോക്കി, ഇവിടെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ ഈ ചേസ് എന്ന് പറയുന്നൊരു മനുഷ്യനെ കാണുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തെയാണ് കാണുന്നതെങ്കിൽ എന്തായിരിക്കും ഇപ്പം സംഭവിക്കുന്നത്? സങ്കല്പിച്ചിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ പ്രൊമോഷൻ, എൻ്റെ വിസ, എൻ്റെ പിള്ളേരുടെ പഠിത്തം, ഇങ്ങനെ പറയുമോ? ഒന്നും ഓർക്കില്ല. നമ്മൾ ആകെ ഓർക്കുന്ന കർത്താവേ, പാപിയായ ഞാൻ എങ്ങനെ നിന്റെ മുമ്പിൽ നിൽക്കുന്നു മാത്രമേ ഓർക്കുള്ളൂ അല്ലേ? ആ ഒരു അനുഭവത്തിലേക്ക് പോയിട്ടുണ്ടോ? ദൈവമേ, ഈ പാപം എന്ന വലിയ പ്രശ്നം എന്നൊരു അനുഭവത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? പത്രോസ് മീൻ പിടിക്കാൻ നേരത്ത് അറിയാം കഥ അല്ലേ? മീൻ കിട്ടുന്ന വരെ പത്രോസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം മീനില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രോബ്ലം, അയ്യോ ഞാൻ പാപിയാണെന്നുള്ളതാണ്. ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, പാപിയാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അല്ല കണ്ടിരിക്കുന്നത്. നമ്മൾ ബൈബിളിൽ എവിടെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാ ആളുകൾക്ക് ഈ പരവേശം ഉണ്ടാകുന്നുണ്ടോ. അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് എന്ത് കിട്ടുമെന്നല്ല അവരെല്ലാം ചോദിക്കുന്നത്. ആരും അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പൊ ദൈവത്തെ കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് എന്താണ്? ആ പാപബോധം നമ്മുടെ ഇന്നാഡിക്വസി. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണല്ലോ എന്നൊരു ചിന്ത. അപ്പൊ രണ്ട് തരത്തിലുള്ള പാപങ്ങളാണ് നമ്മളെ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ മൂന്നാമതൊരു തലവും കൂടെ നമുക്കിന്ന് വൈകിട്ട് കാണാൻ ശ്രമിക്കാം. അത് റോമാലേഖനം 7-ാം അധ്യായത്തിലാണ് പറയുന്നത്. 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 21 ഓൺവേർഡ്സ്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണും. അപ്പം ഇവൻ്റെ ആഗ്രഹം നന്നായിട്ടുണ്ട് അല്ലേ? നന്മ ചെയ്യാൻ ഇച്ഛയുണ്ട്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിൽ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പം ബുദ്ധി കൊണ്ട് എനിക്കിഷ്ടമാണ് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നമ്മൾ പലപ്പോഴും പറയത്തില്ലോ, യേശുവിനെ പോലെ ആരാ ബ്രദറെ പറഞ്ഞേക്കുന്നത്, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വെല്ലുവിളിക്കത്തില്ലേ? പറയാൻ എളുപ്പമാണ്, പക്ഷെ സ്നേഹിച്ചു നോക്കി. നല്ലപോലെ നമ്മൾ ഈ പ്രമാണത്തിൽ രസിക്കുന്നുണ്ട്, പക്ഷെ അത് അനുസരിക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ല. നിങ്ങൾ എവിടെ ഏറ്റവും കൂടുതൽ രസിക്കുന്നത്? ഏറ്റവും കൂടുതൽ രസിക്കുന്നത് എവിടെയാ? സീരിയൽ അല്ലായിരിക്കും, പിന്നെ കോമഡി, ന്യൂസ്, പിന്നെ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കണം. രാഷ്ട്രീയം, ഈ രസമാണ് പാപത്തിന്റെ ശക്തി അല്ലേ? നമ്മൾ എന്തിൽ രസിക്കുന്നോ അതിന്റെ അടിമകളാണ് നമ്മൾ. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ എന്തിലാണ് ഏറ്റവും കൂടുതൽ രസിക്കുന്നത്? അതിന്റെ അടിമ നിങ്ങൾ. പാപം ചെയ്യുമ്പോൾ രസമില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും പാപം ചെയ്യാൻ പോകും? ആരും പാപം ചെയ്യാൻ പോകും. ഇപ്പം ഞാനൊരു പാപം ചെയ്യുമ്പോൾ എനിക്ക് വയറുവേദന വരുന്ന ഒരു അലർജി ഉണ്ടായിരുന്നു, ഞാൻ ഒരു പാപം ചെയ്യില്ലായിരുന്നു. ആരുടെയും കുറ്റം കേൾക്കുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് വയറുവേദന ഉണ്ടാവും. അപ്പോൾ ആരെയും കുറ്റം പറയാൻ വരുമ്പോഴേ ഞാൻ പറയും, ഉപദ്രവിക്കല്ലേ, എനിക്ക് ഭയങ്കര അലർജിയാണ്. പക്ഷെ എന്ത് പറയാൻ, അലർജി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഈ പാപം എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ കുറ്റമാണെങ്കിൽ കേൾക്കാൻ എന്താ രസം എന്നറിയാം. അതൊരു സുഖമാണ്. ആ രസം അങ്ങ് പോകാത്തതുകൊണ്ട് നമുക്ക് അതിന്മേൽ പിടിവിടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ പാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ രസത്തിലായിരിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യൻ പറയാണ് എൻ്റെ രസം മുഴുവൻ വചനത്തിലാണ്. അപ്പം നല്ലൊരു ഹൃദയമാണ്. അപ്പൊ പ്രവൃത്തികളുടെ തലത്തിലും ഹൃദയത്തിന്റെ തലത്തിലും വലിയ വിക്ടറി ഉള്ള ആളാണ് എന്തിൽ രസിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ രസിക്കുന്നത്. ദോഹയിലെ IPC-കാരുടെ ഒരു ചോദ്യം, പഴയ നിയമത്തിൽ എത്ര കൽപ്പനകളുണ്ട്? PYPA, സൺഡേ സ്കൂൾ, ക്വിസ് പ്രോഗ്രാം, എത്ര കൽപ്പനകളുണ്ട്? മൊത്തം ടോട്ടൽ കറക്റ്റ് എത്രയാ? 613. വണ്ടർഫുൾ, ഗ്രേറ്റ്. ഓ, അറിയില്ലായിരുന്നല്ലേ? 613 കൽപ്പനകളുണ്ട്. പക്ഷേ 2 കൽപ്പനകളേ ഉള്ളൂ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പം പഴയ നിയമത്തിലെ മുഴുവൻ പ്രമാണങ്ങളെയും ന്യായപ്രമാണവും പ്രവാചകന്മാരും എവിടെ അടങ്ങിയിരിക്കുന്നു? ഈ 2 കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 613 കൽപ്പന അനുസരിച്ചാലും ദൈവം നോക്കുന്നത് അതിനകത്ത് ഈ 2 ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പം നിങ്ങൾ ഏറ്റവും നല്ല ആടിനെ അർപ്പിക്കാൻ, ഇപ്പം കൃഷിക്കാരാണ്, ആട് വളർത്തലാണ്, നിങ്ങൾ ഏറ്റവും നല്ല ആടിനെ കൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ പോവാം. എല്ലാം സൂക്ഷിച്ച് നോക്കി. അപ്പോൾ ഏറ്റവും നല്ല ആടിനോടായിരിക്കുമല്ലോ ഏറ്റവും സ്നേഹം. ഇതിനെ ദൈവത്തിന് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും, അതിൻ്റെ രോമങ്ങൾ, കളർ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ദൈവം അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ദൈവം നോക്കുന്നത് ഇതും കൊണ്ടുവരുന്നവൻ്റെ ഹൃദയത്തിലൂടെ എന്താ പോകുന്നതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും നല്ലതെടുത്ത് ദൈവത്തിന് അർപ്പിക്കുമ്പോൾ എന്താ ഹൃദയത്തിലൂടെ പോകുന്നത്? കർത്താവേ, ഇത് കൊടുക്കേണ്ടി വന്നല്ലോ, നിയമം അങ്ങനെ ആയിപ്പോയല്ലോ. എത്ര മാർക്ക് കിട്ടി? എത്ര മാർക്ക് കിട്ടിയ പണിക്ക്? 0. അയൽവക്കക്കാരന് സഹായിക്കണം, വഴിയിൽ പോകുന്നവനെ വീട്ടിൽ താമസിപ്പിക്കണം എന്നൊക്കെ പഴയ നിയമത്തിലുണ്ട്. പക്ഷെ താമസിപ്പിച്ചോ എന്നല്ല ദൈവം ചോദിക്കുന്നത്, നീ നിന്നെ സ്നേഹിച്ച പോലെ അവനെ പ്രൈസ്. അതാണ് പ്രശ്നം. ഇനി ഭിക്ഷക്കാർ വരുമ്പോൾ 100 രൂപ കൊടുക്കണം ബൈബിളിലില്ല. പക്ഷെ അവനെ സ്നേഹിക്കണം എന്നുണ്ട്. അതാണ് പ്രോബ്ലം. ഉണ്ടാവുന്നില്ല. നമ്മുടെ ഈ വീണുപോയ ശരീരത്തിൽ ഈ സ്നേഹം എന്ന ഹോർമോൺ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഒരു 100 പേരുണ്ടെന്ന് വിചാരിച്ചോ, ഐ ഡോണ്ട് നോ, ഉണ്ടെന്ന് വിചാരിച്ചോ. 100 പേരോട് ഞാൻ പറയാണ്, ഇന്ന് വൈകിട്ട് ഓരോരുത്തരും ഓരോ കറി ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും 100 കറി ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി, മെത്തഡ് ഇതെല്ലാം വായിച്ചു നോക്കി. തകർപ്പൻ സാധനം. അവസാനം എഴുതിയിട്ടുണ്ട് ഉപ്പ് ഫോർ ടേസ്റ്റ്, അങ്ങനെയല്ലേ, ഉപ്പ് പാകത്തിന്. പക്ഷെ എന്നോട് നോക്കാൻ പറഞ്ഞേക്കുന്നറിയോ, ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം 0 കൊടുത്തേക്കാൻ. ആദ്യത്തെ കറി ടേസ്റ്റ് നോക്കി ഉപ്പില്ല, 0. ഒരു പോട്ടെ. രണ്ടാമത്തെ കറി നോക്കി അതിൽ ഉപ്പില്ല. 100 കറി നോക്കി 100ൽ ഉപ്പില്ല. എത്ര കിട്ടി? ഒത്തിരി കഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാം 0. അപ്പം ഞാൻ ചോദിക്കുക, ഒരാൾക്കെങ്കിലും അറിയാറുന്നല്ലോ ഉപ്പ് പാകത്തിന്, ഒരാൾക്കെങ്കിലും ഒരിത്തിരി ഉപ്പ് ഇതിനകത്തിടാൻ വയ്യായിരുന്നോ? അപ്പൊ അവര് പറയാണ്, ഉപ്പെന്ന് പറയുന്ന സാധനം ദോഹയിലെങ്കിലും കിട്ടാനില്ല. എന്ത് ചെയ്യും? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എല്ലാത്തിലും സ്നേഹം ഉണ്ടോന്നാ ദൈവം നോക്കുന്നേ, പക്ഷെ ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ല. അതുകൊണ്ട് മനുഷ്യന് തുടർച്ചയായി ദൈവത്തിന്റെ സന്നിധിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്ക് 0 ആണ്. അമ്മാവൻ വീട്ടിലിരിക്കുകയല്ലേ, അമ്മാവൻ 7 ദിവസം കഴിഞ്ഞ് പോകുള്ളൂ, ഞാൻ 4 ദിവസം കഴിഞ്ഞ് പോകും. അമ്മാവൻ്റെ കാര്യത്തിൽ ഈ സഹോദരി ഭയങ്കര വിടുതലെടുത്തിരിക്കുക. ഇത് ദൈവം എന്നെ സഹായിക്കാൻ വേണ്ടിയാണ്, ഇത് എൻ്റെ ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഇവനെയും കൊണ്ട് ഞാൻ ക്ഷമ പഠിച്ചിട്ടേ അടുത്ത സൺഡേ സാക്ഷ്യം പറയും, ഇങ്ങനെ വലിയ പ്രതിസന്ധി ഞാൻ അതിജീവിച്ചവളാണ്, അല്ലേ. 4 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറയാണ്, മോളെ ഞാൻ പോവാ. ഓ, എന്തോരാശ്വാസമായിരിക്കും. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മാവനോട് എന്താ പറയണ്ടേ? നിങ്ങൾ പറ, എനിക്കത് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. എന്തായിരിക്കും പറയുന്നത്? പറ. അതാണ് സ്നേഹം. യഥാർത്ഥ സ്നേഹം ഉണ്ട്. പറയണ്ട, വയസ്സായില്ലേ അമ്മാവ, ആരമ്മാവനെ നോക്കാനാ, ഇവിടെ താമസിച്ചോ, ഞാൻ നോക്കിക്കോളാം. അത്ര എത്തിയില്ലല്ലേ? നോക്കിക്കേ, ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കാതിരിക്കുക ഞാൻ നിങ്ങളെ കുറ്റം പറയുവാന്ന്. അല്ല, ആദ്യം ഈ കഥ പറഞ്ഞപ്പോൾ ഞാനും 7 ദിവസത്തെക്കുറിച്ച് ആലോചിച്ചുള്ളൂ. പിന്നെ ആലോചിച്ച് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വേണ്ടേ? എത്ര പേർക്ക് തോന്നുന്നു ആ സ്നേഹം മനുഷ്യനോട്? ഒഴിവാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അതിനും ദൈവത്തെ വിളിക്കും നമ്മള്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്ക് ഇത്രേ പറ്റൂ. ഞാനത് വളരെ കഠിനമായ പാഠങ്ങളിലൂടെ മനസ്സിലാക്കിയ ആളാണ്. പറ്റില്ല. ലവ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് ബോഡി. ഇവിടെ പറയുന്ന ബോഡിയുടെ പ്രശ്നമാണ് ഈ 3ാമത്തെ തലം, സിൻ എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് നോട്ട് പോസിബിൾ. ആ ഹോർമോണുകളില്ല, അതുണ്ടാക്കാൻ, ആ വികാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല.
സ്നേഹമുണ്ടാകുന്നില്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരോടൊന്നും വെള്ളപ്പൊക്കം, എന്തായിരുന്നു സഹായം, എന്തായിരുന്നു സഹവർത്തിത്വം. അന്ന് ആൾക്കാരെല്ലാം പറഞ്ഞു ഭയങ്കര മാനസാന്തരം വരാൻ പോവാണ്, ഇത് ദൈവം അയച്ചതാണ്. പക്ഷെ ഒരു വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആരാ മാനസാന്തരപ്പെടേണ്ടതെന്ന്. എല്ലാവർക്കും അറിയാമായിരുന്നു ആരൊക്കെയോ മാനസാന്തരപ്പെടണം, ഞാനല്ല. എനിക്കും അറിയായിരുന്നു നാട്ടിൻപുറത്ത് ആരൊക്കെയോ നന്നാകാൻ വേണ്ടിയാണ് അവരതും പറഞ്ഞുകൊണ്ടിരുന്നത്. ആരൊക്കെയോ നന്നാകാൻ വേണ്ടി നീന്തിക്കൊണ്ട്, വെള്ളത്തിന് മുകളിൽ നീന്തിക്കൊണ്ട് പറയുന്ന ആരൊക്കെയോ മാനസാന്തരപ്പെടാനുണ്ടെന്നാണ്. അല്ലാതെ ഇതിനിടയ്ക്ക് ഒരാളും പറഞ്ഞില്ല ഞാൻ മാനസാന്തരപ്പെടാത്തോണ്ടാന്ന് ആരും പറഞ്ഞില്ല. പറഞ്ഞു ആരെങ്കിലും? എനിക്ക് അന്നേ അറിയായിരുന്നു ഇതൊന്നും ആരും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ കേരളത്തിന്റെ സ്ഥിതി എന്താ? ഇങ്ങനൊന്നും മാനസാന്തരം വരിക. ദൈവത്തെ മുഖാമുഖം ഇയ്യോബിന്റെ ജീവിതത്തിൽ അത്രയും വലിയ പരീക്ഷണം കൊണ്ടൊരു മാനസാന്തരപ്പെട്ടില്ല. അവൻ പാപിയാണെന്ന് പോലും അവന് തോന്നിയില്ല. ദൈവത്തെ കണ്ടപ്പോഴാണ് അവന് തോന്നിയത് ഞാൻ പാപിയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ എന്ത് പ്രതിസന്ധി വന്നാലും ഒരു മനുഷ്യൻ അനുദപിക്കുന്നില്ല. ദൈവത്തെ കാണുമ്പം അവൻ എന്തോരം ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്നതിനാണ് ഈ അനുതാപം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വെളിപ്പാടില്ലാത്ത ഒരാൾക്കും അനുദപിക്കാൻ സാധിക്കില്ല. നമ്മൾ പറയുന്നത് ഇന്ന് അനുദപിച്ചു നാളെ പാപം ചെയ്തു, അതിനെക്കുറിച്ചല്ല. ക്രിസ്തീയ അനുതാപം ഈസ് എ റിസൾട്ട് ഓഫ് റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തെ ഒരാൾ കാണുമ്പോൾ, അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ഇന്നാഡിക്വസി, അപര്യാപ്തത എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ അമ്മാവന് ഈ സഹോദരിക്ക് നിങ്ങൾ പറഞ്ഞത്രേ സ്നേഹമുള്ളൂ, എന്തില്ല, ഈ ജീവിതകാലം മുഴുവൻ നോക്കാനുള്ള സ്നേഹമില്ല. അപ്പം അമ്മാവനോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പോയ പോലെ അമ്മാവ്. അപ്പം ഒരിത്തിരി സ്നേഹം ഉണ്ടായി. ഓക്കെ, അവിടെ നിൽക്കട്ടെ, അമ്മാവൻ പിന്നെയും വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഈ ക്രൈസിസ് ഉണ്ട്. നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഞങ്ങൾക്ക് 4 പിള്ളേരാണ്, 3 പേര് അഡോപ്റ്റഡ് ആണ്, ഒരാളാണ് സ്വന്തം രക്തത്തിലുള്ളത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരാപ്പിൾ ഉണ്ടെങ്കിൽ ആദ്യം ഒരാൾ കൊടുത്താൽ മതി. ഇപ്പം 4 പേർക്ക് വിഭജിക്കും. സ്ഥലം ഉണ്ടെങ്കിൽ 4ആയിട്ട് പങ്കിടണം. എല്ലാം 4ആണ്. പക്ഷെ ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ഒരേ സ്കൂളിൽ കൊണ്ടുവിടാം, ഒരേ ഡ്രസ്സ് വാങ്ങിക്കാം, ഒരേ രീതിയിൽ നോക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ സ്നേഹം എന്ന വികാരം വരുമ്പം 4 ഈക്വലല്ല. എത്ര ശ്രമിച്ചാലും അത് ഉള്ളിൽ നിന്ന് വരില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കർത്താവിന് പോയി കരഞ്ഞിട്ടുണ്ട്. എന്താ കർത്താവ് എനിക്ക് അതുപോലെ പറ്റാത്തത്? സ്നേഹമില്ല എന്നല്ല, അവർ നന്നായി പോകണമെന്ന് ആഗ്രഹമില്ലെന്നല്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്നല്ല. അവരപ്പൻ എന്നുള്ള ഞാൻ തന്നെ ഒപ്പിടുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. പക്ഷെ ഈ വികാരം ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ ഇപ്പം ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് സംസാരിക്കുന്നതിന് പകരം കർത്താവായിരുന്നെങ്കിൽ എന്ത് സ്നേഹമായിരുന്നേനെ. ഐ ആം എ വീക്ക് ഇമിറ്റേഷൻ, യൂസ്ലെസ് ആൻഡ് വർത്ത്ലെസ്. എനിക്കതൊന്നും നിങ്ങളോടില്ല. നാളെ റോഡിൽ കണ്ട, കേരളത്തിൽ വെച്ച് കണ്ട, തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. കാരണം എനിക്ക് അതുപോലെ മറവിയുള്ള ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നോട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. നമ്മൾ പാസ്റ്റർ 2 ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, എപ്പോ? ഇതാണ് അവസ്ഥ. ഞാൻ നിങ്ങളോട് അകപ്പയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. അതായത് ദൈവം എന്നെ ഇവിടെ നിർത്തിയേക്കുന്നു, ഞാൻ സംസാരിക്കുന്നുള്ളൂ, അല്ലാതെ ദർ ഈസ് നോ മെറിറ്റ് ഇൻ മൈ ഫ്ലഷ്. ഇതൊരു ഭയങ്കര റിയാലിറ്റി ആയിട്ട് എൻ്റെ മുമ്പിലുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും ബലഹീനനായ മനുഷ്യനാണ് ഈ സ്റ്റേജിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. അതെന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രസംഗം തീരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അത് തെളിയിക്കുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ മക്കളോടുള്ള വികാരം. ഞങ്ങളുടെ ഒരു മോൻ HIV പോസിറ്റീവാണ്. ഈ HIV പോസിറ്റീവായിട്ടുള്ള മകനെ ഞങ്ങളൊരു കെയർ സെൻ്ററിലാക്കിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ അവനെ കാണാൻ വേണ്ടി പോയി. കഴിഞ്ഞ വർഷം കാണാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളവനെ കണ്ടിട്ട് തിരിച്ച് ഇറങ്ങാൻ നേരത്തെ എനിക്ക് തോന്നി ഒന്നും കൂടെ അവനോടൊരു ബൈ പറയണം. ഞാൻ തിരിച്ചു ചെന്നു, അവനെ കെട്ടിപ്പിടിച്ചു, മോനെ പോവാം, അടുത്ത മാസം കാണാം. ഇവൻ എന്നെ ഇങ്ങ് തിരിഞ്ഞു വന്നിട്ട് എൻ്റെ ഷർട്ട് ഇങ്ങനെ അങ്ങ് കൂട്ടി മുറുക്കി പിടിച്ചു. ഒറ്റ കരച്ചിലങ്ങ് തുടങ്ങി. കരഞ്ഞ് എന്നെ വട്ടവിട്ടം കെട്ടിപ്പിടിച്ചു. പിന്നെ ഷർട്ടെല്ലാം നനഞ്ഞ് കുളിച്ച് മുഴുവൻ. ഞാൻ വിചാരിച്ചു അവൻ്റെ ആ വിഷമം മുഴുവൻ അങ്ങ് തീർത്താൻ. അവൻ്റെ ആയുസ് എന്തുണ്ടെന്ന് അറിയില്ല. അവന് ഭാവിയിലോട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലാണ്. അപ്പം ഞാൻ കുറേ നേരം അങ്ങനെ നിന്നു. അവൻ കരച്ചിൽ നിർത്തി, ചിരിച്ചു. ഞാൻ ബൈ പറഞ്ഞു, മോനെ പോവാന്നൊക്കെ പറഞ്ഞു. സന്തോഷമായിട്ട് വണ്ടിയെ കയറിയിരുന്നു. വണ്ടിയെ കയറിയിരുന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവെ, എന്തുകൊണ്ടാണ് എനിക്കിവനെ എൻ്റെ മകനെ പോലെ വീട്ടിൽ വളർത്താൻ പറ്റാത്തത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒറ്റ കാരണമുള്ളൂ, അവൻ നിൻ്റെ മോനല്ലാത്തതുകൊണ്ട്. ഞാൻ
വിഷമിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇവനെ കിട്ടുമ്പോൾ 3 വയസ്സായിരുന്നു. അന്ന് എൻ്റെ ഗമ്മിൽ നിന്ന് ബ്ലീഡിങ് ആയിരുന്നു, ലൂസ് മോഷൻസ് ആയിരുന്നു, എപ്പോഴും ഫീവറായിരുന്നു, ഭയങ്കര രോഗിയായിരുന്നു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മടിയിൽ വെച്ച് വളർത്തി, മോനെ എന്ന് വിളിച്ചു, ആഹാരം കൊടുത്തു. 10 വയസ്സ് വരെ അവൻ അങ്ങനെ നോക്കി. ഇപ്പം അവന് സെക്കൻഡറി ഇൻഫെക്ഷൻസ്, TB, മറ്റ് ഗുരുതരമായ രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ വന്നു. ഇനി അവനെ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. രാത്രി ചിലപ്പോൾ ശ്വാസം കിട്ടാതാവും, പെട്ടെന്ന് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ആവേണ്ട വന്നപ്പോണ്ടല്ലേ കർത്താവെ ഞാൻ അവനെ വിട്ടത്, അല്ലെങ്കിൽ ഞാൻ മനസ്സോടെ അല്ലല്ലോ ചെയ്തത്, നിനക്കറിയാമല്ലോ. കർത്താവ് പറഞ്ഞു, എന്നെക്കുറിച്ച് കർത്താവല്ല, പണ്ട് തൊട്ടേ ആൾക്കാർ പറയുന്നുണ്ട്, സ്വയം നീതീകരിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തിനാടാ നീ അത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 കാരണം ഞാൻ പറഞ്ഞ് സമർത്ഥിച്ച് അടി കൊടുക്കേണ്ടതായിരുന്നു എന്ന് അവനെ കൊണ്ട് വിശ്വസിപ്പിച്ചിരിക്കും. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് പണ്ടേ ഉള്ള പ്രശ്നമാണ് ഈ സ്വയം നീതീകരണം. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, ഇത് നിന്റെ സ്വന്തം മോനല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുമോ? ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കാണിച്ചു തരുന്ന യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വേറൊന്നുമല്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ സംഗതി ശരിയാ. ഇവരുടെ സ്വന്തം മകനായിരുന്നെങ്കിൽ ഞാൻ കേരളത്തിൽ പോയി താമസിക്കില്ല, ബാംഗ്ലൂർ ആ കെയർ സെന്ററിനടുത്ത് വീടെടുത്തേനെ അല്ലേ. എല്ലാ ദിവസവും രാവിലെ ഞാൻ അവൻ്റെ കൂടെ പോയിരുന്ന കരഞ്ഞേനെ, കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചേനെ, അവനെ ഓർത്ത് നിലവിളിച്ചേനെ. സത്യമാണ്, ആഗ്രഹമുണ്ട്, പക്ഷെ വരണ്ടേ. ഞാൻ പറഞ്ഞു, കർത്താവെ നീ സത്യമാണ്, ഞാൻ കള്ളനാണ്, ഞാൻ പാപിയാണ്, എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ കർത്താവെ ഞാനൊരു വീട് ഇനി ആ കെയർ സെന്ററിനടുത്ത് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് മാറിയാലോ? വണ്ടി ഓടിച്ചോണ്ടാ. കർത്താവ് പറഞ്ഞു, അതിനകത്ത് വീട് വെച്ചാലും നിന്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടാവില്ല. എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് തന്നേക്കുന്ന മാർക്ക് ഒരു 0യാണ്. അന്നാ എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ഈ ബൈബിൾ വായിച്ച് ഇങ്ങനെ കർത്താവ് ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ല. ജീവിതത്തിൽ ക്രൈസിസിൽ വന്ന് കർത്താവിനെ അനുസരിക്കാൻ നിവൃത്തിയില്ല, എൻ്റെ ബലഹീനതയുടെ നടുക്ക് നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളായി പറയുന്നത്. അവിടെ ഞാൻ അനുഭവിച്ചൊരു ക്രൈസിസാണ്. എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകുന്നില്ല. ഞാൻ എങ്ങനെ നിന്നെ പോലെ ആവും? എങ്ങനെ സ്നേഹിക്കും? ഇറ്റ്സ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ മൈ ബോഡി. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് തന്നേക്കുന്ന മാർക്ക് 0യാണ്. അപ്പൊ ഇത് കണ്ടോണ്ട് ചേസ് ഭയങ്കര നീതിമാനാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ 0യുടെ കൂടെ അവരുടെ 0യും കൂടെ ചേർത്ത് 2 0യും കൊണ്ട് വീട്ടിൽ പോകാന്നുള്ളതല്ലാതെ നിങ്ങൾ ക്രിസ്തു അല്ലാതെ ഏത് മനുഷ്യനെ നോക്കിയാലും അവർക്ക് കിട്ടുന്ന 0 അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അവരിൽ ഒരു നന്മയും ഇല്ല. അവർ നല്ല ആൾക്കാരല്ലെന്നല്ല അർത്ഥം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു നന്മയും അവരിൽ ഇല്ല. നമ്മളെ അതുപോലെ ക്രിട്ടിക്കലായിട്ടൊന്ന് നോക്കിക്കേ. ഡു യു ഫീൽ ദാറ്റ് യു ആർ സോ മിസറബിളി സിൻഫുൾ? ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത പാപികളായിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടോ? സോ ഹെൽപ്ലെസ്, അറ്റർലി ഹെൽപ്ലെസ്. അതാ ഈ പൗലോസ് പറയുന്നത്, ഓ റെച്ചഡ് മാൻ ദാറ്റ് ഐ ആം. അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്നല്ല, പ്രവൃത്തികളിൽ നിന്നല്ല. ദ ബോഡി ദാറ്റ്സ് ഗിവൺ ടു ഡെത്ത്. മരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? എനിക്ക് ആഗ്രഹമുണ്ട് പ്രിയ സഹോദരങ്ങളെ, ആഗ്രഹമുണ്ട്. നോട്ട് ഏബിൾ. അപ്പോ ഈ ഒരു നിസ്സഹായാവസ്ഥയെ കുറിച്ച് റോമർ. അപ്പൊ പാപത്തിന്റെ 3ാമത്തെ സെൻസിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു അവർ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ബലഹീനത. ഇത് വഷളായി വരികയുള്ളൂ, നന്നായി വരില്ല. ശരീരം വഷളായി വരത്തേ ഉള്ളൂ, പ്രായമാവും തോറും വഷളായി വരത്തേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, ഈ പ്രായമായ അപ്പച്ചന്മാർ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മക്കൾ പറയും, അപ്പച്ചനൊന്നും മിണ്ടാതിരിക്കുക അപ്പച്ച. എന്താ പറയുന്നതിന് കാരണം? എനിക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു. ഈ വല്യമ്മ ആര് വന്നാലും കയ്യിൽ കയറി പിടിക്കും, കരയും, വിതുമ്പും, ഭയങ്കര സ്നേഹമാണ്. അപ്പം നമ്മൾ വിചാരിക്കും, ഓ അമ്മച്ചിക്ക് ഭയങ്കര സ്നേഹമാണ്. വയസ്സായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ സ്നേഹം അഭിനയിക്കാൻ ഒരു ബുദ്ധി വേണം അല്ലേ? ഇപ്പം നമ്മുടെ ഉള്ളിൽ വികാരം ഒന്നും നമ്മൾ കാണിക്കുന്ന വേറൊന്നും ആണെങ്കിൽ ഇത് മറച്ചു വെച്ചിട്ട് നമുക്ക് സ്നേഹം കാണിക്കണമെങ്കിൽ എന്ത് വേണം? ഒരിത്തിരി ബുദ്ധി വേണം. പ്രായമാകുമ്പോൾ എന്ത് പറ്റുന്നറിയാം? ഈ ബുദ്ധി അങ്ങ് പോകും. പിന്നെ വായി വരുന്നതെല്ലാം, അകത്തുനിന്നെല്ലാം ഡയറക്റ്റ് വെളി വരാൻ തുടങ്ങും. ബുദ്ധിയുടെ സ്ക്രീനിങ് ഉണ്ടാവില്ല. അപ്പം ആരുടെ അവിടെ വന്നിരിക്കുന്നേ? ഇവന്. അവനൊന്നും വേറെ പണിയൊന്നുമില്ല, തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. ബുദ്ധി ഉണ്ടായിരുന്നപ്പം അയ്യോ മോനെ എത്ര നാളായി കണ്ടിട്ട്. സ്ക്രീൻ അങ്ങ് പോയി. ഇപ്പൊ പിള്ളേരെ ഇപ്പം ഇനി സ്ക്രീനായിട്ട്
മിണ്ടാതിരിക്കുക അപ്പച്ചി. ഇപ്പം അപ്പച്ചന് ബോധവും ഇല്ല, ഒന്നുമില്ല. ബോധമുണ്ട്, ഇപ്പോഴാ ബോധം ഉണ്ടായത്. സോ വൺ ഡേ നമ്മൾ എന്തോരം ഉണ്ട് നമ്മൾ അറിയും. നമ്മുടെ അഭിനയവും വേഷവും എല്ലാം പൊളിഞ്ഞു. ദൈവത്തിന് പൊളിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? നത്തിങ് വിൽ റിമെയിൻ, നത്തിങ്, അബ്സല്യൂട്ട്ലി ഒന്നും അവശേഷിക്കില്ല. നമ്മുടെ അഭിനയമൊക്കെ മനുഷ്യരുടെ മുമ്പിലുള്ള അത്തിലകൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. പ്രിയ സഹോദരങ്ങൾ, ഒരു കാലത്ത് വചനം കേൾക്കുമ്പം മനുഷ്യരുടെ ഉള്ളിലേക്ക് പാപബോധം ഉണ്ടായിട്ട് അവർ നിലവിളിക്കുമായിരുന്നു. ഇന്നങ്ങനെയല്ല. നന്നായിരുന്നു കേട്ടോ പോയിന്റ് എന്നാ പറയുന്നത്. എൻ്റെ ശരീരത്തിൽ ഇത്രയും പാപമുണ്ട്, എന്ത് നല്ല പോയിന്റ് ആണോ? എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എനിക്ക് ഭയം തോന്നിയത് കേട്ടിട്ട്. എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആദ്യമായിട്ടോ അത് മനസ്സിലാക്കുന്നത്. നന്നായിട്ടുണ്ട്, രക്ഷപ്പെടാൻ പറ്റത്തില്ല, നന്നായിട്ടുണ്ട്. അപ്രീസിയേഷൻ, ഇന്റലക്ച്വൽ അപ്രീസിയേഷൻ, അത് ഹൃദയത്തിലേക്ക് വരുന്നില്ല. വീട്ടിലോട്ട് ചെല്ലുമ്പം അത് വരുന്നില്ല. ആ ഒരു നത്തിങ്നെസ് അനുഭവപ്പെടുന്നില്ല. കർത്താവിന് മുമ്പിൽ തകരുന്നില്ല, ബ്രോക്കൺ ആകുന്നില്ല. അവനേക്കാളും ഭേദം ഞാനെന്ന് വിചാരിക്കുക. വി ആർ ഓൾ സിന്നേഴ്സ്. ഇവിടെ പറയുന്ന ശരീരത്തിന്റെ തലത്തിൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ആദ്യത്തെ 2 പാപത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു അവിടെ രക്ഷപ്പെടാൻ വഴിയുണ്ട്. എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്താൽ മതി. സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ശക്തി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ സ്തോത്രം ചെയ്താലും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഇത് ശരീരവുമായി സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് ഈ ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതിന്റെ കാരണം ഇറ്റ്സ് നോട്ട് കൺസേണിങ് അവർ തോട്ട്സ്, ഇറ്റ്സ് കൺസേണിങ് അവർ ഹോർമോൺസ്. ഇത് ശരിക്കും കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അപ്പൊ യോഹന്നാൻ പറയുന്നത് എന്താ മറുപടി? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. എന്താ മറുപടി? ഉവെന്നാണോ ഇല്ലെന്നാണോ? ഇല്ലെന്നാ. വായിച്ചിട്ടില്ലേ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. മറുപടി, ഉവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചത്. ഉത്തരം എന്താ പറഞ്ഞത്? ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. അഗപ്പെ ഉണ്ടോന്ന് ചോദ്യം, ഫിലയോ ഉണ്ടോന്ന് ഉത്തരം. രണ്ടാമതും കർത്താവ് ചോദിക്കും, നിനക്ക് സ്നേഹം ഉണ്ടോ? കാരണം സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? മരിക്കാൻ പോകണം യേശുവിന് വേണ്ടി. അവൻ നേരത്തെ പറഞ്ഞതാ, നീ മരിക്കുവാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ മരിക്കും, നീ തടവിലാകുവാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ തടവിലാകും. അതാണ് ഈ അഗപ്പ എന്ന് പറയുന്ന സാധനം. അതുണ്ടോന്ന് യേശു ചോദിക്കുന്നത്. ഇപ്പം അവൻ പറയാ, പ്രിയമുണ്ട്, ഇഷ്ടമാണ് നിന്നെ ഭയങ്കര, പക്ഷെ നിനക്ക് വേണ്ടി മരിക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. മൂന്നാമത്തെ ചോദ്യം കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അപ്പോൾ അവൻ കരഞ്ഞു. അപ്പൊ കർത്താവ് പറയാ, വിഷമിക്കേണ്ട, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരക്കി കെട്ടി നിനക്ക് ഇഷ്ടമുള്ളത് നടന്നു. എന്നാൽ പ്രായമാകുമ്പോൾ വേറൊരുത്തിന് വന്ന് നിന്റെ അരക്കി കെട്ടി നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നീ കൊണ്ടുപോകും. അപ്പം നീ കൈ നീട്ടി കൊടുക്കും. അങ്ങനെ നീ എനിക്ക് വേണ്ടി മരിക്കുന്നു. അപ്പം അകപ്പേ ഉണ്ടാവും, പക്ഷെ അത് അവൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവില്ല. പിന്നെ അവനെ നടത്തുന്ന ആത്മാവിൽ നിന്ന് മാത്രമേ അവനത് ലഭിക്കുകയുള്ളൂ. അപ്പം ശാരീരികമായുള്ള ബലഹീനത നമ്മളെ നിത്യം പാരലൈസ്ഡ് ആക്കി കളയാം. ദൈവത്തിന് മുമ്പിൽ പാരലൈസ്ഡ്, നമുക്കൊന്നും അവനെ പ്രസാദിപ്പിക്കാൻ ചെയ്യാൻ കഴിവില്ലാത്തവരാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഒരു മതത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ഒരു കൽപ്പനകൾക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അതാണ്. വി ആർ റെൻഡേഡ് യൂസ്ലെസ്. ഫോർ എക്സാമ്പിൾ, നിയമങ്ങൾ 613 നിയമങ്ങളുണ്ട്, രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിൽ അനേക കണക്കിന് പ്രമാണങ്ങളുണ്ട്. ഈ പ്രമാണങ്ങൾക്കൊന്നും നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുമ്പോൾ ഉപദേശ രൂപത്തിന്റെ ഒരു സാമാന്യ അവസ്ഥ നമുക്ക് മനസ്സിലാവും. നോക്കാം. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് വിചാരിച്ചോ, എത്ര മാർക്ക് വേണം? എക്സാം എഴുതി നിങ്ങൾ വിചാരിക്കുന്ന, ചിലർ വിചാരിക്കും 60 കിട്ടും, ചിലർ വിചാരിക്കും 32 കിട്ടും. 3 മാർക്കും കൂടെ പഠിച്ചിട്ട് പോയിരുന്നു, ജയിച്ചേനെ. മിക്കവാറും വിശ്വാസികളുടെ എല്ലാ ചിന്ത എന്താണെന്നറിയോ? ഞങ്ങൾ ഏകദേശം പാസിൻ്റെ അടുത്താണ്, എന്നാൽ 2-3 കാര്യങ്ങൾ ഞങ്ങൾ അത്ര അങ്ങോട്ട് ആയിട്ടില്ല. പ്രാർത്ഥന കുറവാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ട്. ഇതൊക്കെ പരസ്യമായിട്ട് പറയാൻ കൊള്ളാവുന്ന പാവങ്ങൾ. ഇത്തിരി ആകുല ചിന്തകളൊക്കെ ഉണ്ട്, അല്ലേ? ഇതൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരുടെ ചൂടാവുന്നൊരു സ്വഭാവം ഉണ്ട്. പിന്നെ ബൈബിൾ വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ ഇത്തിരി കുറവാണ്. ഇതൊക്കെയാണ് എൻ്റെ പാവം. അതും കൂടെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാൻ ജയിക്കും, അല്ലേ? കർത്താവ് വന്നാൽ പോവോ? ഇത്രയും കൂടെ ശരിയായ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിനും 0 എന്ന് വിചാരിച്ചു നോക്കി. എല്ലാത്തിനും 0, പേജ് മറിച്ച് 0, പേജ് മറിച്ച് 0, പേജ് മറിച്ച് എല്ലാം 0. എന്ത് ചെയ്യും? ഈ നിസ്സഹായാവസ്ഥയാണ് റോമർ 7 നമ്മൾ കാണുന്നത്. എല്ലാത്തിനും 0. ഞാൻ ഇതിനൊരു കഥ സാധാരണ പറയുന്നത്, ഒരു പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഒന്നും പഠിക്കാത്തൊരു പയ്യനുണ്ട്. ഈ ഒന്നും പഠിക്കാത്ത പയ്യൻ എന്ത് ചെയ്യുന്നറിയോ? ഒരക്ഷരം പഠിക്കില്ല. എക്സാമിനേഷൻ വന്നിട്ട് പഠിപ്പിച്ചിൻ്റെ അടുത്തിരുന്നു, അവൻ എഴുതുന്നെല്ലാം കോപ്പി അടിച്ചു. അവൻ്റെ ആഗ്രഹം ഒരു ക്വസ്റ്റ്യൻ ആൻസർ കോപ്പി അടിച്ചാൽ അവന് 10 മാർക്ക്, അത് മതി.
ഇവൻ ഈ 10 മാർക്കിന്റെ കോപ്പി അടിച്ചു. ഒരു വലിയ ആൻസർ ആയിരുന്നു, 3 പേജ് ഉണ്ടായിരുന്നു. അവൻ അതുപോലെ പകർത്തി അവൻ്റെ പേപ്പറിൽ എഴുതി. ആൻസർ പേപ്പർ വന്നപ്പോൾ 1.5 മാർക്ക്. അപ്പോൾ ഇതെന്താ 1.5 മാർക്ക്? നേരെ ടീച്ചർ പറഞ്ഞു, എടാ ഇത് 1.5 മാർക്കിന്റെ ചോദ്യമാണ്. ആ പഠിപ്പിച്ചിട്ട് 3 പേജ് എഴുതിയതിന് ഞാൻ ഉത്തരവാദിയല്ല. അവന്റെ പേപ്പറിൽ നോക്കിയപ്പോൾ ഈ 1.5 മാർക്കിന് വേണ്ട 2 പോയിന്റ് ഉണ്ടായിരുന്നു. അത് 2ന്റെ അടിയിൽ വരച്ചു 1.5 മാർക്ക് കൊടുത്തു. അതേ പോയിന്റ് നിന്റെ പേപ്പർ നീ കോപ്പി അടിച്ചെന്ന് എനിക്കറിയാം, എന്നാലും 1.5 മാർക്ക് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു നിനക്ക് 1.5 മാർക്ക് തന്നു. ഇതാണ് അവസ്ഥ. നമ്മളെല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്നിനും മാർക്ക് മേടിച്ചിട്ടില്ല. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിൽ 2 പിള്ളേരുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സാമ്പിൾ കേട്ടോ. 9:25 ആവുകയാണ്, നമ്മളെങ്ങും എത്തിയിട്ടില്ല. ഒരു കുട്ടി കഷ്ടിച്ച് ജയിക്കാം, 32 മാർക്കുണ്ട്, അവന് 3 മാർക്കൂടെ അധ്വാനിച്ച് ജയിക്കാം. വേറൊരുത്തിന് എന്ത് എഴുതിയാൽ ആർക്കും മനസ്സിലാവില്ല, അവന് 0 കിട്ടുള്ളൂ. ഇവരുടെ ടീച്ചർ എന്തായിരിക്കും പറയുന്നത്? 35 മാർക്ക് കിട്ടിയവരുടെ ടീച്ചർ എന്തായിരിക്കും പറയുന്നത്? 32 മാർക്ക് കിട്ടി, ഒന്നുകൂടെ ഉത്സാഹിച്ച് പഠിക്കടാ, നിനക്ക് ജയിക്കാം. ഇതാണ് ഇന്നത്തെ എല്ലാ പ്രസംഗങ്ങളും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു 90% പ്രസംഗം എന്താണെന്നറിയാം? കുറച്ചും കൂടെ നിങ്ങൾ വിടേണ്ടതിനെ വിട്ട്, ബാക്കി പറഞ്ഞു, വിടേണ്ടതിനെ വിട്ട് ചേരേണ്ട അടുത്ത് ചേർന്നാൽ, അല്ലേ? അപ്പൊ എന്തൊക്കെയോ 1-2 വിടാനുണ്ട്, എന്തൊക്കെയോ 1-2 അഡ്ജസ്റ്റ് ചെയ്യേണ്ട. അപ്പം നമുക്ക് 35 പാസ്, ഇതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പം ഈ 32കാരെ 35 എല്ലാവരും 32കാരാക്കി നിർത്തിയേക്കും, ആർക്കും ഒരു ഉറപ്പുമില്ല. അപ്പൊ ഈ 2-3 കാര്യങ്ങൾ എപ്പോഴും പ്രസംഗിക്കാൻ ബാക്കി വേണം, അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ? ആ 2-3 കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പ്രസംഗിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും 35 തൊട്ട് ഒരിക്കലും ആവുന്നുമില്ല. എറ്റേണൽ ക്രൈസിസ് ആണ്. വേറൊരുത്തനാണെങ്കിൽ 1 മാർക്ക് പോലും ഇല്ല, എപ്പോഴും 0. അവൻ എഴുതിയാലും 0 കിട്ടുള്ളൂ. ടീച്ചർ ഇവനോട് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പറയുന്നത്? നീ ഞങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കാതെ വേറെ ഏതെങ്കിലും സ്കൂളിൽ പോയി ടീച്ചർ തരാം, ഞങ്ങൾ ഉപദ്രവിക്കരുതെന്നല്ലേ പറയുള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള പാപിക്ക് മാത്രമേ റോമാലേഖനം മനസ്സിലാകത്തുള്ളൂ. എന്താ റോമാലേഖനം മനസ്സിലാകാത്തതെന്ന് എനിക്ക് ഭയങ്കര ചോദ്യമായിരുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു, കുറെ വായിച്ചു നോക്കി, കമന്ററി നോക്കി. എനിക്ക് റോമാലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ എന്താ ഉദ്ദേശിക്കുന്ന ഒരു പിടിയും കിട്ടില്ല. പിന്നെ മനസ്സിലായത്, ഒന്നിനും ഗുണമില്ലാത്ത ഒരു പാപിയാണെന്ന് ഞാൻ എന്നെ തന്നെ കാണാതെ എനിക്ക് റോമാലേഖനത്തിൽ ഒരു അക്ഷരം പോലും മനസ്സിലാകാൻ പോകുന്നില്ല. ഈ മൊട്ട 0 ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ടീച്ചർ എൻ്റെ അടുത്ത് വന്നു. ടീച്ചർ എന്നോട് പറയാം, നിനക്കൊരു നല്ല വാർത്ത ഞാൻ പറയാൻ പോവാ. എന്തായിരിക്കും ഇവന് പറയാൻ കൊള്ളാവുന്ന നല്ല വാർത്ത? പരീക്ഷയില്ലെന്നോ? പോസിബിളി അത് മാത്രം ഒരു നല്ല വാർത്ത. അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ട് പേപ്പർ എലി കറണ്ട് തിന്നണമെന്നൊക്കെ ഞങ്ങൾ പണ്ട് യൂണിവേഴ്സിറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിതലരിക്കണേ, അങ്ങനെയൊക്കെയുള്ള സദ്വാർത്ത. അതല്ല, ഇവരുടെ ടീച്ചർ പറയാണ്, ഇത് പറയാതെ ഇത് അവസാനിപ്പിച്ച് നിങ്ങൾ സമാധാനം തുടങ്ങില്ല, അതുകൊണ്ടാണ് ഞാനിത് ഒരു സദ്വാർത്ത നിനക്കും പറയാനുണ്ട്, നിന്നോടും പറയാനുണ്ട്. എന്താ ടീച്ചറെ? ഈ പ്രാവശ്യം എക്സാമിനേഷൻ്റെ ചോദ്യം ഇടുന്നയാൾ ഞാനാണ്. ആശ്വാസമായി. ടീച്ചറെ, ഒരു 35 മാർക്കിന്റെ ചോദ്യം എനിക്ക് നേരത്തെ പറഞ്ഞു തന്നാൽ ഞാൻ ആ 35 മാർക്ക് വാങ്ങിച്ച് പാസ്സായിക്കോളാം. അപ്പൊ ടീച്ചർ പറയാടാ, നിനക്ക് ചോദ്യപേപ്പർ മുഴുവൻ തന്നാലും ഒരൊറ്റ മാർക്ക് പോലും കിട്ടാൻ പോകുന്നില്ല. അത് ശരിയാണ്, നമുക്ക് ശരിയല്ലേ? എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാൻ മേലെ സ്നേഹിക്കണമെന്ന്, നമുക്കറിയത്തില്ലേ താഴ്മ ഉണ്ടാവണമെന്ന്? എത്ര പ്രാവശ്യം കർത്താവിന്റെ സന്നിധി പറഞ്ഞ താഴ്ത്തി ഏൽപ്പിക്കുന്നു, എവിടെയെങ്കിലും താണോ? എങ്ങും താണില്ല. പൊടിയാണ് പൊട്ടാണെന്ന് എപ്പോഴെല്ലാം പറയുന്നു, നടന്നോ? സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടന്നോ? ഒന്നും നടക്കുന്നില്ല. അത് സത്യമായിട്ട് നിങ്ങൾ സമ്മതിക്കണം. ഇത് എത്ര പറഞ്ഞാലും നടക്കൂല. ചോദ്യം അറിയാൻ വയ്യാത്തോണ്ടല്ല, ഉത്തരവില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ കാണാതെ പഠിച്ചു. നിങ്ങൾ സൺഡേ സ്കൂളിൽ വചനം മത്സരിച്ച് ചൊല്ലി 23-ാം സങ്കീർത്തനോ 119-ാം സങ്കീർത്തനോ ഒക്കെ തകർത്ത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ഈ ശരീരം കൊണ്ട് പൂർത്തിയാവില്ല, മുട്ടയെ കിട്ടുള്ളൂ. അപ്പൊ ഇവനോട് ടീച്ചർ പറയാണ്, ഞാനാ നിന്റെ എക്സാം പേപ്പർ ഇടുന്നത്. അതൊരു സദ്വാർത്തയൊന്നുമല്ല, കാരണം ഇവനൊരു പ്രയോജനമില്ല. ഉടനെ ടീച്ചർ പറയാം, ഒരു സദ്വാർത്തയാണ് ഞാൻ നിന്നോട് പറയാം. അതെന്താ ടീച്ചറെ? ഞാനാ നിന്റെ പേപ്പർ നോക്കുന്നത്. ഓ, അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു 35 മാർക്ക് എവിടെയെങ്കിലും, ഞാൻ നമ്പർ ഇട്ട് വെച്ചേക്കാം, ഇവിടെ എവിടെയെങ്കിലും 35 മാർക്ക് ഇട്ട് എങ്ങനെയെങ്കിലും ഒരു. അപ്പം ടീച്ചർ പറയാ, എടാ നിനക്കൊക്കെ 35 മാർക്ക് തന്നാൽ വല്ലവനും ഈ പേപ്പർ എടുത്ത് നോക്കിയാൽ ഒരു ഗതിയുമില്ലാത്ത നിന്റെ കയ്യിൽ നിന്ന് ഞാൻ കൈക്കൂലി മേടിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനെല്ലാം റൂളുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പുള്ളി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇവനെ രക്ഷപ്പെടുത്താൻ എന്താ വഴി?
ഇത്രയും മണ്ടനും പൊട്ടനുമായ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു വഴി ദൈവം കണ്ടുപിടിച്ചു. അതാണ് ഈ സുവിശേഷത്തിൻ്റെ ഉപദേശ രൂപം എന്ന് പറയുന്നത്. ഈ മാനസാന്തരം നിസ്സഹായാവസ്ഥയിലേക്ക് എത്താത്ത ഒരാൾക്കും ഈ മരുന്ന് മനസ്സിലാവില്ല. സ്വന്തം നീതി അത്തിയിലെ താലോലിക്കുന്ന, വേറൊരാളെ വിമർശിക്കുന്ന ഒരാൾക്കും സുവിശേഷം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അന്ന് പരീശന്മാർക്കൊന്നും മനസ്സിലാകാതിരുന്നത്. അവർ നീതിമാന്മാരായിപ്പോയി, അവർ കുറേയൊക്കെ സൽപ്രവൃത്തികൾ ചെയ്തു പോയി, അവർ പാപികൾ എന്നുള്ള ക്വാളിഫിക്കേഷനിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് അവർക്ക് നീതീകരണം ലഭിക്കാതെ പോയത്. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ടീച്ചറെ വേറെ എന്താ വഴിയുള്ളത്? ഇപ്പം ടീച്ചർ പറയാണ്, നിനക്ക് എഴുത്തും വായന അറിയത്തില്ലെന്നും നിനക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ലെന്നും നിനക്ക് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നും ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ട്. ടെസ്റ്റ് നടത്തിയപ്പോൾ നിനക്ക് ഡിസ്ലെക്സിയ ഉണ്ടെന്ന് ഗവൺമെന്റ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് നിനക്ക് എക്സാം എഴുതാൻ ഒരു സ്ക്രൈബിനെ അനുവദിക്കാൻ ഗവൺമെന്റിന് സാധിക്കും. സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അറിയോ? എനിക്ക് പകരം പരീക്ഷ എഴുതുന്നതാണ്. അപ്പോൾ പറയും, അതവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എഴുതാൻ പറ്റുള്ളൂ. അപ്പം എനിക്കറിഞ്ഞെങ്കിലേ സ്ക്രൈബിന് അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പറയാം, അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ടീച്ചറെ. അപ്പോൾ ടീച്ചർ പറയാം, നിന്റെ സ്ക്രൈബ് ഞാനാ. അപ്പം എത്ര മാർക്ക് കിട്ടും അവന്? പറ, എങ്ങനെയാ 0കാരൻ 100 ആകുന്നത്? പറഞ്ഞു. ഒരു പകരക്കാരനിലൂടെ അല്ലേ? ഈ ശരീരത്തിന്റെ ബലഹീനതകൾ നമുക്ക് ജയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമുക്കൊരു പകരക്കാരൻ ആവശ്യമാണ്. അവിടെയാണ് സുവിശേഷം. അടുത്ത വാക്യം നോക്കി, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് 8:1 പറയുന്നു. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി വി ആർ ഗോയിങ് ത്രൂ, റഷിംഗ് ത്രൂ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കും. നമുക്ക് നാളെ ഇത് കാണാം. പക്ഷെ അതിന് താഴെയുള്ള വാക്യം ഇതാണ് നമ്മുടെ ആ പകരക്കാരൻ. ജഡത്താലുള്ള ബലഹീന നിമിത്തം, ഇതല്ലേ നമ്മുടെ 7-ാം അധ്യായത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ. എന്താ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്? പൂർത്തിയായില്ല. സ്നേഹം ഇല്ല, പൂർത്തിയായില്ല. കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? അടുത്ത വാക്യം, തൻ്റെ പുത്രനെ, പകരക്കാരനെ, പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. അപ്പൊ യേശു എന്ത് ചെയ്തു? എന്നെ രക്ഷിക്കാൻ. നന്നാവടാന്ന് പറഞ്ഞ് 2 അടി എടുക്കുക, ഉപവാസ പ്രാർത്ഥന എടുക്കുക എന്ന് പറയല്ല, പകരം ഒരാളെ വെച്ചു. എൻ്റെ ശരീരം പോലുള്ളൊരു ശരീരമായിട്ട് ഭൂമിയിലേക്ക് വന്നു. പാപം ഇല്ലായിരുന്നു, പാപജഡത്തിന്റെ സദൃശ്യം. 2 കാര്യങ്ങളാണ് ശരീരത്തിൽ ചെയ്തത്. ഒന്ന്, എൻ്റെ പാപത്തിന് വരേണ്ട ശിക്ഷ ആ ശരീരത്തിന്മേൽ ചുമത്തി, അതുകൊണ്ട് ഞാൻ മരിക്കണ്ട. 2, ഞാൻ എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത കാരണം എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന നീതി ആ ശരീരം കൊണ്ട് പൂർത്തിയാക്കി. യോഹന്നാൻ സ്നാപകൻ ചോദിക്കുക, നീ എന്തിനാ സ്ഥാനപ്പെടുന്നത്? ഇപ്പം കർത്താവ് പറയാം, നീതി നിവർത്തിക്കാനുണ്ട്. ഒത്തിരി പിള്ളേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അവർക്കെല്ലാം വേണ്ടി എന്ത് ചെയ്യാനുണ്ട്? ഈ നീതി നിവർത്തിക്കാനുണ്ട്. ക്രൂശിൽ പറയാ, എല്ലാം നിവൃത്തിയായി. അപ്പോൾ യേശു എന്ത് ചെയ്തു? എൻ്റെ ശരീരം കൊണ്ട് ന്യായപ്രമാണത്തെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് പകരം വേറൊരു ശരീരം എന്ത് ചെയ്തു? ഈ ന്യായപ്രമാണത്തെ പൂർത്തിയാക്കി. അപ്പൊ എൻ്റെ വിശ്വാസം എന്താണ്? ഞാനല്ല, ക്രിസ്തു അത്രേ വിശ്വസിക്കുന്നത്. അമ്മാവനോട് പറയാണ്, അമ്മാവൻ വീട്ടിലുണ്ടല്ലോ അല്ലേ, ഇതാ അമ്മാവനോട് പറയാം, അമ്മാവൻ്റെ മുമ്പിൽ നിന്ന് പറയാം, ഞാനല്ല, യേശു അത്രേ ഈ അമ്മാവനോട് സംസാരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരിക്കും? ആ പകരക്കാരൻ സംസാരിക്കാൻ പറ്റും. ക്രൂശിൽ യേശു നിങ്ങൾക്ക് പകരക്കാരനാണെന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലുമ്പം അവൻ നിങ്ങൾക്ക് പകരക്കാരനാണ്. നിങ്ങളുടെ പിള്ളേരോട് സംസാരിക്കാൻ നിങ്ങൾ വേണമെന്നില്ല. ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. കാരണം എന്നെ കൊണ്ട് പ്രയോജനമില്ല, എൻ്റെ ജഡം കൊണ്ടത് സാധിക്കില്ല. ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് നൗ ലിവിങ് ഇൻ മീ. അവൻ എന്നിൽ ജീവിക്കുന്നു. അവൻ എനിക്ക് ചെയ്യാൻ കഴിയാത്തതിനെ അവൻ സാധിക്കുന്നു. ത്രൂ ഫെയ്ത്ത് നമുക്കൊരു പകരക്കാരനെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി ലഭിക്കുന്നു. നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങളൊരു പകരക്കാരനോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അയൽക്കാരൻ്റെ ദേഷ്യമാണ്. കർത്താവെ, ഞാനല്ല, ജീവിക്കുന്നത് നീയാണ്. ദാറ്റ്സ് എ റാഡിക്കൽ ഡിഫറൻസ്. ഒക്കെ അതൊരു ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ മരിച്ചിരിക്കുന്നു. ഫെയ്ത്ത്, യു വിൽ കം ടു ഇറ്റ് ടുമോറോ. എങ്ങനെയാണ് ഈ ജഡത്തിൻ്റെ ബലഹീനതകളെ നമ്മൾ അതിജീവിക്കുന്നത്? പാപത്തിൻ്റെ ആ ഡെപ്തിലേക്ക് നമ്മൾ ചെല്ലുമ്പം വി ഫീൽ സോ ഹെൽപ്ലെസ്. പക്ഷെ ഇതിനകത്ത് രക്ഷപ്പെടാൻ ദൈവം നമുക്കൊരു വഴി വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ദ ഉപദേശരൂപം. അതാണ് ഉപദേശരൂപം. റോമാലേഖനത്തിൽ പറയുന്ന ഉപദേശരൂപം. പകരക്കാരനിലൂടെ അല്ലാതെ നമുക്ക് നീതിമാന്മാരാകാനോ വിശുദ്ധീകരിക്കപ്പെടാനോ തേജസ്കരിക്കപ്പെടാനോ സാധിക്കില്ല. ഓൺലി ത്രൂ ക്രൈസ്റ്റ് ഹി ബിക്കെയിം എവറിത്തിങ് ഫോർ അസ്. ഹി ബിക്കെയിം അവർ സബ്സ്റ്റിറ്റ്യൂട്ട്. അത് നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഡെയിലി അത് കർത്താവിൽ നിന്ന് അനുഭവിക്കുവാൻ നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രയോഗം ആവശ്യമാണ്.